പ്രിയ സഹോദരി സഹോദരന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധസ്തുതികളെയും കുറിച്ച് കേൾക്കും എന്ന് കർത്താവ് പറഞ്ഞു. എല്ലായ്പ്പോഴും യുദ്ധങ്ങൾ അന്ത്യമല്ല എന്ന കാര്യവും കർത്താവ് പറഞ്ഞെങ്കിലും ലോകത്തിലെ സംഭവങ്ങൾ കാണുമ്പോൾ അതിനെ നമ്മൾ അവഗണിക്കാൻ പാടില്ല. കർത്താവ് വരാൻ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഉണർന്ന് ദൈവസന്നിധിയിൽ വിനയപ്പെട്ട് ജീവിതങ്ങളെ പരിശോധിക്കുവാൻ ഉള്ള അവസരമാണ് എന്നതിന് സംശയമില്ല. ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന സന്ദേശത്തിന് ഒരു മുഖവുരയായിട്ട് ഞാൻ കേട്ട ഒരു കഥ പറയാം എന്ന് വിചാരിക്കുന്നു. ഒരു മനുഷ്യൻ, ഒരു സുവിശേഷകൻ, ഒരു മിഷണറി, അദ്ദേഹം കർത്താവിനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത, പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് അദ്ദേഹം സുവിശേഷം പറയാനായിട്ട് ചെന്നു. അപ്പോൾ അവിടെ കണ്ട ഒരു മനുഷ്യനോട് അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് യേശു ക്രിസ്തുവിനെ അറിയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ ഗ്രാമത്തിൽ വന്നിട്ട് അധിക കാലമായില്ല, ഇവിടെയുള്ള എല്ലാ ആൾക്കാരെയും ഞാൻ പരിചയപ്പെട്ടിട്ടില്ല എന്നാണ് അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത്. അവിടെ യേശു ക്രിസ്തുവിനെ അറിയാമോ, യേശു ക്രിസ്തു നിങ്ങളുടെ രക്ഷകനാണ് എന്നൊക്കെ ആൾക്കാരോട് പറയുമ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് ഒരു പശ്ചാത്തലം ആവശ്യമാണ്. അതിന് ചില മുൻധാരണകൾ, അറിവുകൾ നമുക്ക് ആവശ്യമാണ്. അല്ലാതെ കർത്താവ് പറയുന്ന കർത്താവിനെക്കുറിച്ചുള്ള സുവിശേഷം മനസ്സിലാക്കുവാനും സ്വീകരിക്കുവാനും ആളുകൾക്ക് കഴിയുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് പ്രധാനമായും അപ്പോസ്തലനായ പൗലോസ് അവിശ്വാസികളായ, അല്ലെങ്കിൽ സുവിശേഷവുമായിട്ട് പരിചയമില്ലാത്ത, കർത്താവുമായി പരിചയമില്ലാത്ത, ദൈവവുമായി പരിചയമില്ലാത്ത ജാതികളായിരിക്കുന്ന ആളുകളോട് എങ്ങനെയാണ് സുവിശേഷം പറയാൻ കഴിയുന്നത് എന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്ന വേദഭാഗമാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിങ്ങൾക്ക് വിശദീകരിച്ച് തരാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പം ഞാൻ പറയും, ദിസ് ഈസ് എ പ്രീ ഇവാഞ്ചലിസ്റ്റിക് സെർമൺ. സുവിശേഷം സ്വീകരിക്കാനായിട്ട് എന്തൊക്കെ അറിവുകൾ, മുൻധാരണകൾ നമുക്ക് ആവശ്യമാണ് എന്നതാണ് ഇന്ന് പ്രധാനമായും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം. അതിനോട് ചേർത്ത് മറ്റു ചില കാര്യങ്ങളും കൂടെ എനിക്ക് സമയം ലഭിക്കുകയാണ് എങ്കിൽ ഞാൻ പറയാൻ വിചാരിക്കുന്നുണ്ട്. ഇന്നത്തെ പ്രസംഗത്തിൻ്റെ വേദഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ അതിൻ്റെ 14-ാമത്തെ അധ്യായത്തിൻ്റെ 15 മുതൽ അതിൻ്റെ 22 വരെയുള്ളതായിരിക്കുന്ന 21 വരെയുള്ളതായ വാക്യങ്ങളാണ്. 15 മുതൽ 21 മുതലുള്ള വരെയുള്ള വാക്യങ്ങൾ. ഇത് അപ്പോസ്തലനായ പൗലോസിനെയും ബർന്നബാസിനെയും ദൈവങ്ങളാണ് എന്ന് പറഞ്ഞ് അവിടെയുള്ള ആളുകൾ ആരാധിക്കാനായിട്ട്, അവർക്ക് വേണ്ടി ഒരു യാഗം കഴിക്കാൻ പുറപ്പെട്ട് അതിനുള്ള ശ്രമം നടത്തുന്ന അവസരത്തിലാണ് പൗലോസ് ഈ വാക്കുകൾ പറയുന്നത്. 15-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: പുരുഷന്മാരെ, നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത്? ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യർ അത്രേ. നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലതും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയണം എന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ അവൻ സകല ജാതികളെയും സ്വന്തം വഴികൾ നടപ്പാൻ സമ്മതിച്ചു. എങ്കിലും അവൻ നന്മ ചെയ്യുകയും ആകാശത്തു നിന്നും മഴയും ഫലപുഷ്ടിയുള്ള കാലങ്ങളും നിങ്ങൾക്ക് തരികയും ആഹാരവും സന്തോഷവും നൽകി നിങ്ങളെ തൃപ്തരാക്കുകയും ചെയ്തു പോന്നതിനാൽ തന്നെക്കുറിച്ച് സാക്ഷ്യം തരാതിരുന്നിട്ടില്ല. അവർ ഇങ്ങനെ പറഞ്ഞ് തങ്ങൾക്ക് യാഗം കഴിക്കാതെ വണ്ണം പുരുഷാരത്തെ പ്രയാസത്തോടെ തടുത്തു. എന്നാൽ അന്ത്യോക്യയിൽ നിന്നും ഇക്കോന്യയിൽ നിന്നും യഹൂദന്മാർ വന്നുകൂടി പുരുഷാരത്തെ വശത്താക്കി പൗലോസിനെ കല്ലെറിഞ്ഞു. അവൻ മരിച്ചു എന്ന് വിചാരിച്ച് അവനെ പട്ടണത്തിന് പുറത്തേക്ക് ഇഴച്ചു കളഞ്ഞു. എന്നാൽ ശിഷ്യന്മാർ അവനെ ചുറ്റി നിൽക്കയിൽ അവൻ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെന്നു. പിറ്റേന്നാൾ ബർന്നബാസിനോടുകൂടെ ദെർബയ്ക്ക് പോയി. അപ്പോസ്തലനായ പൗലോസ് നടത്തിയ പല പ്രസംഗങ്ങൾ നമ്മൾ അപ്പോസ്തല പ്രവർത്തികളിൽ കാണുന്നുണ്ട്.
അപ്പോൾ അതിൽ ഇവിടെ രണ്ടാമത്തെ പ്രസംഗമാണ്. അതിൻ്റെ പൂർണ്ണ രൂപം ലൂക്കോസ് നമുക്ക് പറഞ്ഞു തരുന്നില്ല. അതിൻ്റെ ഒരു സാരാംശമാണ് അദ്ദേഹം പറയുന്നത്. എങ്ങനെയാണ് തങ്ങൾക്ക് ആരാധന കഴിക്കാതെ വണ്ണം അവരെ മനുഷ്യരെ ജാതികളായിരിക്കുന്ന ആളുകളെ തടഞ്ഞത് എന്നാണ് അദ്ദേഹം ഇവിടെ വിവരിക്കുന്നത്. ഇതേ നിലയിലുള്ള വേറെ ഒരു പ്രസംഗം കൂടെ ഉണ്ട് കേട്ടോ. അത് അപ്പോസ്തല പ്രവൃത്തിയിൽ 17-ാമത്തെ അധ്യായത്തിൽ ആണ്. അത് തൻ്റെ അരബയോഗക്കുന്നിലെ പ്രസംഗമാണ്. ഈ രണ്ട് പ്രസംഗങ്ങൾ ബൈബിൾ അറിയാൻ വയ്യാത്ത, ബൈബിളിലെ ദൈവത്തെ പരിചയമില്ലാത്ത ആളുകളോട് പ്രസംഗിക്കുന്ന പ്രസംഗമാണ്. അപ്പോൾ ഇത് വളരെ പ്രാധാന്യമുള്ള പ്രസംഗങ്ങളാണ്. അപ്പോൾ ബൈബിളിനെ കുറിച്ച് അറിയാൻ വയ്യാത്ത, ബൈബിളിലെ ദൈവത്തെ പരിചയമില്ലാത്ത ആളുകളോട് എങ്ങനെയാണ് നമ്മൾ സുവിശേഷം പറയേണ്ടത്, അവർ സുവിശേഷം വിശ്വസിക്കാനായിട്ട് അതിന് മുന്നമേ ഏതൊക്കെ കാര്യങ്ങൾ അവർ വിശ്വസിക്കണം എന്ന കാര്യത്തെക്കുറിച്ചാണ് ഈ വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസിൻ്റെ പ്രസംഗത്തിലൂടെ ലൂക്കോസ് നമ്മളെ ഓർപ്പിക്കുന്നത്. അപ്പോൾ തൻ്റെ പ്രസംഗത്തിൻ്റെ പൂർണ്ണ രൂപം ലൂക്കോസ് രേഖപ്പെടുത്തിയിരുന്നെങ്കിൽ നന്നായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇത്രയും മാത്രമേ രേഖപ്പെടുത്താനായിട്ട് വിചാരിച്ചുള്ളൂ. അപ്പോൾ അതിൻ്റെ പൂർണ്ണ രൂപമല്ല എന്നുള്ളത് 2 മിനിറ്റ് കൊണ്ട് അവസാനിക്കുന്ന പ്രസംഗമായിരിക്കുകയല്ലോ അപ്പോസ്തലനായ പൗലോസ് അവിടെ ചെയ്തത്. എന്നാൽ അതിൻ്റെ സാരാംശം ഈ വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം ഞാൻ ഈ വായിച്ച വേദഭാഗങ്ങളെ എല്ലാം കൂടെ ഉൾപ്പെടുത്തി ഞാൻ 3 കാര്യങ്ങളാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പ്രസ്താവനയുടെ ഒരു ആവർത്തനമാണത്. സുവിശേഷം വിശ്വസിക്കാനായിട്ട് അതിന് ചില മുൻധാരണകൾ ആവശ്യമാണ് എന്നതാണ് ഞാൻ ആദ്യമേ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. സുവിശേഷം വിശ്വസിക്കാനായിട്ട് മനുഷ്യർക്ക് ചില അറിവുകൾ അനിവാര്യമാണ്. അതില്ലാതെ മനുഷ്യർക്ക് സുവിശേഷം വിശ്വസിക്കാനായിട്ട് സാധിക്കുകയില്ല. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ഒരു ഹിന്ദുവിനോട് നിങ്ങൾ ചോദിച്ചാൽ അവന് ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവത്തെക്കുറിച്ചൊരു അറിവുമില്ല എങ്കിൽ അത് ആദ്യത്തെ ചോദ്യമായി ചോദിക്കുന്നത് ശരിയല്ല. യേശു ക്രിസ്തുവിനെ നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിക്കുന്നതിന് മുന്നമേ അടിസ്ഥാനപരമായ ചില അറിവുകൾ ദൈവത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ആവശ്യമാണ്. അതിനുശേഷം മാത്രമേ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള സുവിശേഷം അദ്ദേഹത്തിന് സ്വീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് ഞാനൊരു പ്രാവശ്യം കൂടെ പറയാം. സുവിശേഷം സ്വീകരിക്കാനായിട്ട് അനിവാര്യമായ ചില മുൻധാരണകളുണ്ട്. അതുകൂടാതെ മനുഷ്യർക്ക് സുവിശേഷം സ്വീകരിക്കാനായിട്ട് സാധിക്കില്ല. അപ്പം ആ മുൻധാരണകൾ എന്താണ്? 3 കാര്യങ്ങൾ ഈ പ്രസംഗത്തിൽ നിന്ന് ഞാൻ ഈ മുൻധാരണകളായിട്ട്, അപ്പോൾ ഒന്നാമത്തെ പോയിൻറ്റിൻ്റെ 3 സബ് പോയിൻറ്റുകളായിട്ട് ഞാൻ 3 മുൻധാരണകൾ പറയാം. പിന്നീട് ഞാൻ വായിച്ച ശേഷമുള്ള വേദഭാഗത്തിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ അതിനാദ്യത്തെ മുൻധാരണയായിട്ട് പറഞ്ഞത് അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, നിങ്ങൾ ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയണം എന്ന് പറഞ്ഞു. നിങ്ങൾ ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയണം എന്നാണ് ആദ്യമേ തന്നെ അപ്പോസ്തലനായ പൗലോസ് അവരോട് പറയുന്നത്. ഒരു മാനസാന്തരം, തിരിവ് എന്ന് പറയുന്നത് മാനസാന്തരമാണ്. യു നീഡ് എ റിപ്പൻറ്റൻസ്. നിങ്ങൾക്കൊരു മനം മാറ്റം, നിങ്ങൾക്ക് ഒരു മാനസാന്തരം, നിങ്ങൾക്കൊരു തിരിവ് അനിവാര്യമാണ്. അതുകൂടാതെ നിങ്ങൾക്ക് ദൈവത്തെ അല്ലെങ്കിൽ സുവിശേഷത്തെ മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. സുവിശേഷം പറഞ്ഞപ്പോൾ ഈ ആളുകൾ പൗലോസും ബർന്നബാസുമാണ് ദൈവങ്ങൾ എന്നാണ് തെറ്റിദ്ധരിച്ചത്. അപ്പോൾ അവർക്കത് മനസ്സിലായില്ല. അപ്പോൾ അതിനെ വിശദീകരിച്ചുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നിങ്ങൾക്കൊരു മാനസാന്തരം ആവശ്യമാണ്. ജാതികളായിരിക്കുന്ന ഈ ആളുകളുടെ മാനസാന്തരത്തെക്കുറിച്ച് തെസ്സലോനിക്ക ലേഖനം അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ, നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് എങ്ങനെ തിരിഞ്ഞു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ എന്ന് അദ്ദേഹം പറയുന്നൊരു പ്രസ്താവനയുണ്ട്. അപ്പോൾ വിഗ്രഹങ്ങളെ വിട്ട് അല്ലെങ്കിൽ വ്യർത്ഥമായിരിക്കുന്ന ദൈവങ്ങളെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ ഉപേക്ഷിച്ച് സത്യദൈവം എന്ന ഏക സത്യദൈവം എന്നുള്ള ആ വിശ്വാസത്തിലേക്ക് വരാതെ സുവിശേഷം സ്വീകരിക്കാനായിട്ട് മനുഷ്യർക്ക് സാധിക്കില്ല. ഏക സത്യദൈവമേ ഉള്ളൂ. അവൻ സൃഷ്ടിതാവായിരിക്കുന്ന ദൈവമാണ്. ആ ദൈവമാണ് സകലത്തെയും നിയന്ത്രിക്കുന്നത്. ദൈവങ്ങൾ, ബഹുദൈവങ്ങൾ ഇല്ല എന്ന കാര്യം മനുഷ്യർ അംഗീകരിക്കാതെ അവർക്ക് സുവിശേഷം സ്വീകരിക്കാനായിട്ട് സാധിക്കില്ല.
യേശുക്രിസ്തുവിനെ പല ദൈവങ്ങളുടെ കൂടെയുള്ള ഒരു ദൈവമായി അംഗീകരിക്കുന്നത് കൊണ്ട് ആരും രക്ഷിക്കപ്പെടുകയില്ല. അങ്ങനെ അംഗീകരിക്കുന്നത് കൊണ്ട് ആരും രക്ഷപ്പെടാനായിട്ട് പോകുന്നില്ല. ഏക സത്യ ദൈവം എന്നുള്ള ആ ആശയം സുവിശേഷത്തിൻ്റെ സ്വീകരണത്തിന് അനിവാര്യമായ കാര്യമാണ്. അപ്പം അപ്പോസ്തലനായ പൗലോസ് യഹൂദന്മാരോട് സുവിശേഷം പറയുമ്പോൾ അദ്ദേഹം പഴയ നിയമത്തെ അധികരിച്ച്, അവർക്കറിയാം പഴയ നിയമം വെളിപ്പെടുത്തുന്നതായിരിക്കുന്ന ദൈവം ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് യഹൂദന്മാർക്ക് അറിവുണ്ട്, എന്നാൽ ഇവർക്കതറിയില്ല. അപ്പം അതുകൊണ്ട് ബൈബിൾ വെളിപ്പെടുത്തുന്ന ഏക സത്യ ദൈവത്തിങ്കിലേക്കുള്ള ആ ഒരു തിരിവ്, ആ നിലയിലുള്ളതായ മാനസാന്തരം, ആ സത്യത്തിൻ്റെ സ്വീകരണം സുവിശേഷം സ്വീകരിക്കുന്നതിന് അനിവാര്യമാണ്. ഏക സത്യ ദൈവം, സൃഷ്ടിതാവായിരിക്കുന്ന ദൈവം എന്നുള്ള ആ ആശയം സ്വീകരിക്കാതെ മനുഷ്യർക്ക് സുവിശേഷം സ്വീകരിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അദ്ദേഹം പറയുന്ന പ്രസ്താവന ഒന്നുകൂടെ നോക്കാം. പുരുഷന്മാരെ എന്ന് വിളിച്ചപ്പം അവിടെ സ്ത്രീകളുണ്ടോ എന്ന് നമുക്കറിയത്തില്ല, അവരെയും കൂടെ ഉൾപ്പെടുത്തിയാണ് ആ പ്രസ്താവന പറയുന്നത്. നിങ്ങൾ ചെയ്യുന്നത് എന്ത്? ഞാൻ പറയാം, ലോകത്തിലുള്ള മനുഷ്യരുടെ ദൈവാരാധന എന്ന് പറയുന്നത് യുക്തിസഹമായ ബുദ്ധിപൂർവമായ കാര്യങ്ങളെ അന്വേഷിച്ച് കണ്ടെത്തിയ ഒരു തീരുമാനത്തിൻ്റെ ഫലമായിട്ടല്ല. അവരുടെ ആരാധനയുടെ ഉള്ളിൽ, ജാതീയമായ ദൈവിക ആരാധനയുടെ മുൻപിൽ യുക്തിസഹമായിരിക്കുന്നതൊന്നുമില്ല എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്നത് എന്ത്? മനുഷ്യ ആരാധനകളെ നമ്മൾ ശ്രദ്ധിച്ചാൽ അതിനെക്കുറിച്ച് എല്ലാം നമുക്ക് ചോദിക്കാനുള്ള ചോദ്യം, എൻ്റെ പൊന്നു മക്കളെ എന്തായി ചെയ്യണത്? ഇതെന്തായി ചെയ്യുന്നത്? മനുഷ്യൻ എന്താണ് ചെയ്യുന്നത്? ഇതിൻ്റെ പിൻപിലുള്ളതായിരിക്കുന്ന ഈ ആശയം എന്താണ്? ഇതിൻ്റെ പിൻപിൽ യാഥാർത്ഥ്യമുണ്ടോ എന്നുള്ളതൊന്നും പരിശോധിക്കുകയില്ല. മനുഷ്യനങ്ങ് ആരാധിക്കുക, തീരുമാനിച്ചിരിക്കുക. ഞാൻ ശബരിമലയിലെ ആരാധനയെക്കുറിച്ച് പറയാം. അപ്പോൾ അവിടെ മകരവിളക്ക് എന്ന് പറയുന്നൊരു അത്ഭുതമാണ്. മകരം ഏത് ദിവസമാണെന്ന് എനിക്കറിയത്തില്ല. ആ ദിവസം അത്ഭുതകരമായ രീതിയിൽ ആകാശത്ത് വെളിച്ചം പ്രത്യക്ഷപ്പെടും. ഏതായാലും നിരീശ്വരന്മാരെല്ലാവരും കൂടി ഇത് പ്രത്യക്ഷപ്പെടുന്ന സ്ഥലത്ത് പോയപ്പോൾ കേരള ഇലക്ട്രിസിറ്റി ബോർഡിലെ ആളുകളെല്ലാം കൂടെ തീ കത്തിക്കുന്നതാണെന്നുള്ള കാര്യം അവർ കണ്ടുപിടിച്ചു. അത് പരസ്യമായി, അല്ലേ? പരസ്യമായി. കോടതിയിലൊക്കെ ഒന്നുമില്ലേ, എല്ലാവരും പരസ്യമായി. അവിടെ ശബരിമലയിൽ പോകുന്നതായിരിക്കുന്ന ആളുകളെല്ലാം കൂടെ തീരുമാനിച്ചു, നമുക്ക് ഈ പണി ഇനി വേണ്ട, നമ്മൾ ഈ ആരാധന നിർത്താൻ പോവുക. അതിൻ്റെ കാര്യം എന്താ? ഈ പറഞ്ഞ അത്ഭുതം എന്ന് പറയുന്നത് വെറും തട്ടിപ്പാണ്. ഇത് ഇലക്ട്രിസിറ്റി ബോർഡുകാരുടെ പണിയാണ്, അല്ലാതെ ദൈവത്തിൻ്റെ പരിപാടിയൊന്നും അല്ല എന്നുള്ള കാര്യം അവർക്ക് ബോധ്യമായി. ഇനിയും എന്തില്ല, ഇനിയും അയ്യപ്പനും വേണ്ട, അങ്ങനെ പരിപാടിയും വേണ്ട, ഇതുള്ളതായിരിക്കുന്ന അയഥാർത്ഥ്യം ഞങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു. അല്ലതേ, ഇത് ഈ വിളക്ക് വരുന്നത് എവിടുത്തെ അതിലും പ്രശ്നമില്ല. ഇലക്ട്രിസിറ്റി ബോർഡ് കാര്യം കത്തിച്ചാലും സ്വർഗത്തിൽ നിന്ന് കത്തിച്ചു വിട്ടാലും ഒന്നും ഞങ്ങൾക്ക് പ്രയാസമൊന്നുമില്ല. അപ്പോസ്തലനായ പൗലോസിന് ചോദിക്കാനുള്ള, സഹോദരന്മാരെ അല്ലെങ്കിൽ പുരുഷന്മാരെ നിങ്ങൾ ചെയ്യുന്നത് എന്ത്? പുരുഷന്മാരെ നിങ്ങൾ ചെയ്യുന്നത് എന്ത്? വ്യർത്ഥമായിരിക്കുന്ന അയഥാർത്ഥ്യമായിരിക്കുന്ന കാര്യങ്ങളുടെ പിന്നാലെ പോകുവാനായിട്ട് മനുഷ്യന് യാതൊരു സങ്കോചവുമില്ല. അവന് യുക്തിസഹമായ യാഥാർത്ഥ്യങ്ങൾ അടിസ്ഥാനപ്പെട്ട ഒരു ആരാധന വേണം എന്ന് തീരുമാനമില്ല. അത് മനുഷ്യൻ്റെ പ്രശ്നമായിട്ടോ. ഒരു കല്ല് വരുത്തി വെച്ചേച്ച് അതിൻ്റെ മുമ്പിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ചു വെച്ചാൽ എൻ്റെ പൊന്നെ ആരാധനയ്ക്ക് ആളങ്ങ് കൂടും. അവിടെ നമ്മുടെ കുതിരാൻ കയറ്റത്തില്ലല്ലയോ എൻ്റെ പൊന്നെ, കുതിരാൻ കയറ്റത്തിൽ ഒരു വലിയപ്പോൾ കൊണ്ടത് കുറേ ഏതാണ്ട് സാധനമൊക്കെ കൊണ്ടുവച്ചു. അപ്പോൾ വളവ് തിരിയുമ്പോൾ വണ്ടി ഇടിക്കാതിരിക്കാനായിട്ട് ഈ സാധനം സഹായിക്കുമെന്നാ. ദിവസങ്ങൾ കൊണ്ടും മാസങ്ങൾ കൊണ്ടും അയാൾ കോടീശ്വരനായി. മനുഷ്യർക്ക് ആരാധിക്കാനായിട്ട് എന്ത് കിട്ടിയാലും ആരാധിക്കും. ആ നിലയിലുള്ള ഒരു അന്ധതയാണ് മനുഷ്യനെ ബാധിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, പുരുഷന്മാരെ നിങ്ങൾ ചെയ്യുന്നത് എന്ത്? ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യരത്രേ. നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലതും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയണം എന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. അപ്പോൾ ഇവർ ദൈവങ്ങളാണ് എന്ന് പറഞ്ഞപ്പോൾ അപ്പോസ്തലനായ പൗലോസും ബർന്നബാസും അവരോട് പറഞ്ഞത്, ഞങ്ങൾ ദൈവങ്ങളല്ല, പിന്നെ ദൈവത്തെക്കുറിച്ചുള്ള സന്ദേശം അറിയിക്കുന്ന ആളുകളാണ്. ഞങ്ങൾ ദൈവത്തെക്കുറിച്ചുള്ള സന്ദേശം അറിയുന്ന ആളുകളാണ്. അതിനെക്കുറിച്ച്
ഒരു കമൻറ്റേറ്റർ പറഞ്ഞപ്പോൾ പറഞ്ഞു, വി ആർ നോട്ട് ദ മെസ്സേജ്, വി ആർ ഓൺലി മെസ്സഞ്ചേഴ്സ്. ഞങ്ങളല്ല സന്ദേശം, ഞങ്ങൾ നിങ്ങളെ സന്ദേശം അറിയിക്കുന്ന ആളുകളാണ്. അപ്പോൾ പ്രസംഗകന്മാരെ കുറിച്ചും അത് പറയണം കേട്ടോ. ചിലപ്പോൾ സന്ദേശം എന്ന് പറയുന്നത് ഈ സന്ദേശം അറിയിക്കുന്ന ആളുകളെ കുറിച്ചാണ്. ഞാൻ എത്ര വലിയവൻ എന്നതാണ് പലപ്പോഴും പ്രസംഗത്തിൻ്റെ വിഷയം. അയ്യോ, അത് വലിയ ദോഷമുള്ളൊരു വിഷയമാണല്ലോ. നമ്മളാരും സന്ദേശമല്ല, നമ്മളെല്ലാവരും സന്ദേശം പറയുന്ന ആളുകളാണ്. സന്ദേശത്തിൻ്റെ കേന്ദ്രം നമ്മളല്ല. ശ്രദ്ധ നമ്മളിലേക്ക് തിരിയാനായിട്ട് പാടില്ല. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ നമുക്കറിയാമല്ലോ. അദ്ദേഹം എന്താ പറഞ്ഞത്? ഞാൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്കാണ്, ശബ്ദമാണ്. ഐ എം ജസ്റ്റ് എ വോയിസ്, ഐ എം നോട്ട് ദ വൺ ദാറ്റ് യു ഷുഡ് നീഡ് ടു ലുക്ക് അറ്റ്. ശ്രദ്ധിക്കുവാൻ ആവശ്യമുള്ളൊരു മനുഷ്യനല്ല ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഐ എം നോട്ട് ദ മെസ്സേജ്, ഐ എം ഓൺലി ദ മെസ്സഞ്ചർ. സന്ദേശം എന്ന് പറയുന്നത് ഞാനല്ല, ഞാൻ സന്ദേശവാഹകൻ മാത്രമാണ് എന്ന് പൗലോസ് പറഞ്ഞു. എന്നിട്ട് അപ്പം വിഗ്രഹാരാധനയെക്കുറിച്ച് പൗലോസ് പറയുന്ന ആ പ്രസ്താവന പഴയ നിയമത്തിലെ വിഗ്രഹങ്ങളെക്കുറിച്ചുള്ള ആശയങ്ങളുടെ ഒരു സംക്ഷിപ്ത പ്രസ്താവനയാണ്. പഴയ നിയമത്തിൽ വിഗ്രഹങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിനുപയോഗിച്ചിരിക്കുന്ന ഒരു പദമാണ് വ്യർത്ഥത എന്ന് പറയുന്ന വാക്ക്. മറ്റായിയ എന്ന് പറയുന്നതായിരിക്കുന്ന ഗ്രീക്ക് വാക്ക്. പഴയ നിയമത്തിലെ വിഗ്രഹങ്ങളുടെ വിശദീകരണത്തെക്കുറിച്ച് പറയാൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കാണ്. ഗ്രീക്കിലേക്ക് പരിഭാഷപ്പെടുത്തുമ്പോൾ ഈ വാക്കാണ് അവരതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. ഞാൻ പറയാം, വിഗ്രഹാരാധന എന്ന് പറയുന്നത് വ്യർത്ഥതയാണ്. വിഗ്രഹാരാധന എന്ന് പറയുന്നത് ശൂന്യതയാണ്. വിഗ്രഹാരാധന എന്ന് പറയുന്നത് ഫലശൂന്യമായിരിക്കുന്ന കാര്യമാണ്. അതിൽ ഒന്നുമില്ല. ദർ ഇസ് നത്തിങ് ഇൻ ഇറ്റ്. വിഗ്രഹങ്ങളിൽ അതിനെക്കുറിച്ച് യെശയ്യാ പ്രവാചകനൊക്കെ പരിഹാസമായി പറയുമ്പോൾ പറയും, കാട്ടിൽ പോയൊരു തടി വെട്ടി, അതിൽ ഒരു ഭാഗം കൊണ്ടുവന്ന് കഞ്ഞി വെച്ച് കുടിച്ചു, ബാക്കി ഭാഗം കൊണ്ട് ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കിയതിന് ശേഷം ആ വിഗ്രഹത്തോട് പറയാൻ ഞങ്ങളെ സഹായിക്കണേന്ന്. എന്നിട്ട് പറഞ്ഞു, ഈ മനുഷ്യൻ അറിയുന്നില്ല ഇതിൻ്റെ പകുതി ഭാഗം കൊണ്ട് കഞ്ഞി വയ്ക്കാൻ ഉപയോഗിച്ചതാണ്, ബാക്കി ഭാഗമാണ് ഇപ്പോൾ ദൈവമായി രൂപപ്പെട്ടിരിക്കുന്നത്. ആ ദൈവത്തോടാണ് പറയുന്നത് ഞങ്ങളെ സഹായിക്കണമെന്ന്. ഇ കെ നായനാരല്ലയോ പറഞ്ഞത്? ഇ കെ നായനാരാണ് പറഞ്ഞല്ലേ, ദൈവത്തിന് എന്തിനാ മാറാതെന്ന് ചോദിച്ചു. കാര്യം ദൈവത്തിൻ്റെ മേൽ വെച്ചിരിക്കുന്ന സ്വർണ്ണവും വെള്ളിയെല്ലാം ആളുകൾ മോട്ടിച്ചോണ്ട് പോവുക. ഇപ്പം നമുക്കറിയാമല്ലോ, പോറ്റിയെ കയറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയേ. അയ്യപ്പൻ ഇത്രയും വലിയ ആളായിട്ട് അദ്ദേഹത്തിൻ്റെ സ്വർണ്ണക്കടയിൽ മോട്ടിച്ചേ. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറയുന്നത് ഇത് വെറും വ്യർത്ഥതയാണ് കേട്ടോ. അത് ചിന്തിക്കാനുള്ളതായിരിക്കുന്ന ബുദ്ധി മനുഷ്യർക്കില്ല. അത് മനുഷ്യർ അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല. സ്വന്തം സ്വർണം കാത്തു സൂക്ഷിക്കാനായിട്ട് കഴിയാത്ത ദൈവത്തോടാണ് എന്നെ സൂക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ പറയും, എൻ്റെ പൊന്നുമോനെ അല്ല, സംസാരിക്കാൻ അദ്ദേഹത്തിന് പറ്റുകയില്ല, ഞാൻ ആലങ്കാരികമായി പറയാം, എൻ്റെ പൊന്നുമോനെ എൻ്റെ കാര്യം സൂക്ഷിക്കാൻ എനിക്ക് വരണില്ല, പിന്നാണോ നിൻ്റെ കാര്യം എന്നെ പറയാനൊക്കെ ഉള്ളൂ അല്ലേ? ഇത് വ്യർത്ഥതയാണ്, ഇത് ശൂന്യമാണ്, ഇതിൽ യാഥാർത്ഥ്യമൊന്നുമില്ല. അത് മനുഷ്യർക്ക് മനസ്സിലാവില്ല കേട്ടോ. അതെന്തൊരു ഭയങ്കരമാണ്. അപ്പം അതാണ് നമുക്ക് അവരോട് പറയാനുള്ളത്. ഈ വ്യർത്ഥ കാര്യങ്ങളെ വിട്ട് നിങ്ങൾ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലതും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയണം. മനുഷ്യന് ദൈവത്തോട് ചെയ്ത ഏറ്റവും വലിയ അപരാധം എന്ന് പറയുന്നത്, ദൈവത്തെ അവൻ പിടിച്ചിറക്കി മനുഷ്യൻ്റെ തലങ്ങളിലേക്ക് കൊണ്ടുവന്നു, മനുഷ്യനേക്കാളും അധപ്പതിപ്പിച്ചു, വിഗ്രഹങ്ങളായി രൂപപ്പെടുത്തി എന്നുള്ള അപരാധമാണ് മനുഷ്യൻ ചെയ്ത ഏറ്റവും വലിയ അപരാധം എന്നുള്ളത് റോമാലേഖനം 1-ാമത്തെ അധ്യായത്തിൽ അപ്പസ്തലനായ പൗലോസ് പറയും. മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. പക്ഷി മനുഷ്യനാണെന്ന് തോന്നുന്നല്ലേ, ആ ഓർഡർ വരുമ്പോൾ താണ് നാൽക്കാലി, ഇഴജാതി എന്നുള്ള ആ നിലയിലേക്ക് ദൈവത്തെ മനുഷ്യൻ രൂപപ്പെടുത്തി ദൈവത്തിൻ്റെ മഹത്വത്തെ ഇല്ലായ്മ ചെയ്തു എന്നുള്ളതാണ് ഇവിടെ അവരോട് പറയാനായിട്ടുള്ളത്. വിഗ്രഹാരാധികളായ ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ വ്യർത്ഥ പരിപാടികളെ അവസാനിപ്പിച്ച് ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയണം, അല്ലാതെ നിങ്ങൾക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞത്.
നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ കഴിഞ്ഞ ആഴ്ചയിലും അതുപോലെ തന്നെ ഈ ആഴ്ചയും ദൈവം സൃഷ്ടിതാവാണ് എന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അത്ഭുതകരമായ കാര്യമാണ് അല്ലേ? എത്ര അത്ഭുതകരമായിരിക്കുന്ന കാര്യമാണ്. ആകാശവും ഭൂമിയും അവയിലുള്ളതൊക്കെയും സൃഷ്ടി. ആകാശം എന്ന് പറഞ്ഞപ്പോൾ ഈ പ്രപഞ്ചമാണ് കേട്ടോ, ഈ യൂണിവേഴ്സാണ് ആകാശം, ഹെവൻസ്. ഈ പ്രപഞ്ചം നിർമ്മിച്ച ദൈവം. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറയാം, നമ്മൾ വല്ലപ്പോഴും ഒക്കെ ഒന്ന് ചിന്തിക്കണം കേട്ടോ. നമ്മളുടെ ദൈവം ആരാണ്, നമ്മളുടെ ദൈവത്തിൻ്റെ ശക്തി എന്താണ്, അവൻ്റെ മഹത്വം എന്താണ് എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അതിനെക്കുറിച്ച് JB ഫിലിപ്സ് അല്ലേ പറഞ്ഞത്? JB ഫിലിപ്സ് പറഞ്ഞ പ്രസ്താവനയുണ്ട്, അവർ പ്രോബ്ലം ഈസ് ദാറ്റ് അവർ ഗോഡ് ഈസ് ടു സ്മോൾ. നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് നമ്മളുടെ ദൈവം ചെറുതാണ് എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പം അതുകൊണ്ട് സത്യദൈവത്തെ തിരിച്ചറിയ, ഈ പ്രപഞ്ചം മുഴുവനും നിർമ്മിച്ച ഇന്നും മനുഷ്യരെ ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു കോണ് മാത്രമേ അവരുടെ ദൃഷ്ടിയിൽ പെട്ടിട്ടുള്ളൂ കേട്ടോ. അതിൻ്റെ മഹത്വവും അതിൻ്റെ വലിപ്പവും ഈ മനുഷ്യന് മനസ്സുണ്ടെങ്കിൽ ആശ്ചര്യപ്പെടുവാൻ കഴിയും വിധം അവൻ്റെ അന്വേഷണങ്ങളിൽ ഈ പ്രപഞ്ചത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ച് അവനറിയാം. എന്നാൽ ഇതൊക്കെ അവഗണിച്ച് യാഥാർത്ഥ്യത്തിൻ്റെ നേരെ കണ്ണടച്ച് അന്ധകാരം വരുത്തി ദൈവത്തെ ഉപേക്ഷിച്ച് ജീവിക്കുന്ന മനുഷ്യനെക്കുറിച്ചാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ദേ ഡിനൈ ദ റിയാലിറ്റി. യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഉപേക്ഷിച്ചിട്ട്. ഒരു വാക്കുകൂടെ ഞാൻ അതിനെക്കുറിച്ച് പറയാം. ഏതായാലും ഏറ്റവും ലളിതമായ പണ്ടുകാലം മുതൽ തന്നെ നമ്മൾ പറയുന്നൊരു കാര്യമാണ്, വെൻ ഇഫ് ദർ ഇസ് സംതിങ് ദെൻ ദർ ഇസ് എ മേക്കർ, ഇസ് എ വാച്ച് ദെൻ ദർ ഇസ് എ വാച്ച് മേക്കർ അല്ലേ? അത് പഴയ കാലം മുതൽ തന്നെ പറയുന്ന ഒരു ഉദാഹരണമാണ്. ഒരു വാച്ച് നിങ്ങൾ കയ്യിൽ കെട്ടിയ വാച്ചിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ അത് തന്നെ വന്നതാണെന്ന് ആരും പറയത്തില്ല. എത്ര ഭയങ്കര ഇവല്യൂഷനിസ്റ്റ് ആണെങ്കിലും ബിഗ് ബാങ്കുകാരനാണെങ്കിലും കയ്യിൽ കെട്ടിയിരിക്കുന്ന വാച്ച് ആകസ്മികമായിട്ട് ഇവിടെ വന്നു കയറിയതാണ് എന്നാരും പറയില്ല. They know that when there is a watch, there is a watchmaker. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറയട്ടെ, ഈ പ്രപഞ്ചത്തിൻ്റെ കൃത്യതയും ഈ പ്രപഞ്ചത്തിൻ്റെ അതിലുള്ളതായിരിക്കുന്ന ക്രമീകരണങ്ങളും ഒക്കെ പരിശോധിച്ച് നോക്കിയാൽ എത്ര കൃത്യതയോടുകൂടെ എത്ര അത്ഭുതകരമായ നിലയിലാണ് ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കാം. അതിനെ നോക്കിയാൽ പറയുക ഇറ്റ് കെയിം ബൈ ഇറ്റ്സെൽഫ് എന്ന് പറയുന്നത് എന്തൊരു ഭയങ്കര പോഷത്വമാണ്, എത്ര ഭയങ്കരമായൊരു പ്രസ്താവനയാണത്. നത്തിങ് കംസ് ബൈ നത്തിങ്. ഒന്നും ഒരിക്കലും തനിയെ ഉളവാകുകയില്ല. സൃഷ്ടി എന്ന് പറയുമ്പോൾ അതിന് പിൻപിലൊരു സൃഷ്ടിതാവുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ദൈവത്തെ സൃഷ്ടിച്ചാരാന്നൊക്കെ ചോദിക്കും കേട്ടോ, അത് വളരെ വ്യർത്ഥമായിരിക്കുന്നൊരു ചോദ്യമാണ്. സൃഷ്ടിക്കപ്പെട്ടതല്ല ദൈവം. സൃഷ്ടിക്കപ്പെടാത്തതായി, മാറ്റമില്ലാത്തതായി, വ്യതിയാനപ്പെടാത്തതായി, സമയത്തിനും കാലത്തിനും സ്പേസിനും ഒക്കെ അതീതനായുള്ള ഏക അസ്തിത്വം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അസ്തിത്വമാണ്. അപ്പം അതുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട എല്ലാത്തിനും വ്യതിയാനപ്പെടുന്ന സൃഷ്ടിക്കപ്പെട്ടതായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ നിന്ന് വ്യത്യസ്തനായിരിക്കുന്ന ദൈവത്തിന് ആരംഭവുമില്ല അവസാനവുമില്ല. അപ്പം അതുകൊണ്ട് ഈ സത്യദൈവത്തിങ്കിലേക്ക് നിങ്ങൾ തിരിയണം എന്നുള്ളതാണ് ആദ്യമേ അദ്ദേഹം പറയുന്ന കാര്യം. വി നീഡ് ടു ടേൺ ടു ദ ലിവിങ് ഗോഡ് who is the creator of the universe. ഈ പ്രപഞ്ചത്തെ നിർമ്മിച്ച ഏക സത്യദൈവത്തിങ്കിലേക്ക് തിരിയാതെ, ആ ദൈവത്തെക്കുറിച്ചുള്ള ആശയം സ്വീകരിക്കാതെ സുവിശേഷം സ്വീകരിക്കാനായിട്ട് ആർക്കും സാധിക്കുക. ദാറ്റ് ഈസ് ഫൗണ്ടേഷൻ. അത് അടിസ്ഥാനപരമായിരിക്കുന്ന ഒരു മുൻധാരണയാണ് സൃഷ്ടിതാവായിരിക്കുന്ന ഏക സത്യദൈവത്തിലുള്ളതായ ജീവനുള്ള ദൈവത്തിലുള്ള വിശ്വാസം. മോണോതീസം ഈസ് ഫൗണ്ടേഷണൽ ടു ദ ഗോസ്പൽ. ഏകദൈവ വിശ്വാസം എന്ന് പറയുന്നത് സുവിശേഷത്തിൻ്റെ അടിസ്ഥാനമായിരിക്കുന്ന വിശ്വാസമാണ്. അപ്പോൾ പഴയ കാലങ്ങൾ നമ്മൾ നോക്കിയാൽ നമുക്കറിയാം, ലോകത്തിൽ യഹൂദന്മാരായ ആളുകൾ പറഞ്ഞ ഏകദൈവ വിശ്വാസം ദൈവം വെളിപ്പെടുത്തി കൊടുത്ത കാര്യമാണ്. അത് നിസ്തുല്യമായ, അത് മറ്റാരും പറയാത്ത, ലോകത്തിലുള്ള മനുഷ്യൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിയാത്ത ദൈവിക വെളിപ്പാടായിരിക്കുന്ന സത്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നിട്ട് രണ്ടാമത് അദ്ദേഹം പറഞ്ഞ കാര്യം, കഴിഞ്ഞ കാലങ്ങളിൽ അവൻ സകല ജാതികളെയും സ്വന്തം വഴികളിൽ നടപ്പാൻ സമ്മതിച്ചു. അതാണ് ഈ കഴിഞ്ഞ കാലം എന്ന് പറയുന്നത്. ഏത് കാലമാണ് കഴിഞ്ഞ കാലം? അതിന് അപ്പോസ്തലർ 17-ാമത്തെ അധ്യായത്തിൽ വേറെ ഒരു വാക്ക് ഉപയോഗിച്ചു. എന്താണെന്നറിയാമോ? അറിയായ്മയുടെ കാലം എന്നാണ് അവിടെ അപ്പോസ്തലനായ പൗലോസ്. ഈ കഴിഞ്ഞ കാലം ഏതാ? യേശുക്രിസ്തു വരുന്നതിന് മുൻപുള്ള കാലം എന്നാണ്
കഴിഞ്ഞ കാലം എന്ന് പറഞ്ഞപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്ന അതാണ്. കഴിഞ്ഞ കാലം യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വരുന്നതിന് മുൻപുള്ളതായിരിക്കുന്ന കാലം. ആ കാലത്തിൻ്റെ പ്രത്യേകത എന്താ? ആ കാലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ആ കാലങ്ങളിൽ അവൻ സകല ജാതികളെയും സ്വന്തം വഴികളിൽ നടപ്പാൻ സമ്മതിച്ചു. സകല ജാതികളെയും സ്വന്തം വഴിയിൽ നടപ്പാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞാൽ, കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ വരുന്നതിന് മുൻപുള്ളതായിരിക്കുന്ന കാലത്ത് ദൈവം ജാതികളായിരിക്കുന്ന മനുഷ്യരോട് നേരിട്ട് ഇടപെട്ടില്ല. അതാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. യേശുക്രിസ്തു വരുന്നതിന് മുന്നമേ ജാതികളായിരിക്കുന്ന ആളുകളെ അവരുടെ വഴിയിൽ നടക്കാനായിട്ട് ദൈവം വിട്ടു. അവരുടെ ജീവിതത്തിലേക്ക് ഇടപെടുവാൻ, അവരുമായി ആ നിലയിൽ ബന്ധപ്പെടുവാനായിട്ട് ദൈവം തീരുമാനിച്ചില്ല എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ അവൻ സകല ജാതികളെയും സ്വന്തം വഴികളിൽ നടപ്പാൻ സമ്മതിച്ചു. അപ്പോൾ അതിൻ്റെ മറുവശം എന്തുവാ? കഴിഞ്ഞ കാലങ്ങളിൽ അവൻ സകല ജാതികളെയും സ്വന്തം വഴികളിൽ നടപ്പാൻ സമ്മതിച്ചു. അപ്പോൾ ഇപ്പം എന്താ കർത്താവ് പറയുന്നത്? എന്താ? അപ്പം കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ സ്വന്തം വഴികളിൽ നടക്കുവാനുള്ള മനുഷ്യരുടെ ആ നിലയിൽ നിന്ന് യേശുക്രിസ്തുവിൽ കൂടെ ദൈവത്തെ അറിയാനുള്ള സ്ഥിതിയിലേക്ക് ദൈവം ആ ഒരു അവസരം ഒരുക്കിയെന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ പ്രിസപ്പോസിഷൻ എന്ന് പറയുന്നത്, ദൈവത്തിങ്കിലേക്ക് വരാൻ, ദൈവവുമായി ബന്ധപ്പെടുവാൻ ഇന്ന് മനുഷ്യർ കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ കഴിയും എന്ന കാര്യമാണ് സുവിശേഷത്തെക്കുറിച്ച് പറയുമ്പോൾ ആ ഒരു അടിസ്ഥാനപരമായ അറിവ് സുവിശേഷത്തെ സ്വീകരിക്കാനായിട്ട് ആവശ്യം. ഇന്ന് മനുഷ്യർക്ക് ദൈവത്തിങ്കിലേക്ക് വരാനായിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ യേശുക്രിസ്തു ലോകത്തിലേക്ക് വരുന്നതിന് മുന്നമേ സകല ജാതികളെയും അവരോട് നേരിട്ട് ഇടപെടാനായിട്ട് ദൈവം തീരുമാനിച്ചില്ല. അവരവരുടെ വഴികൾ നടക്കാനായിട്ട് തീരുമാനിച്ചു. അതിൻ്റെ കാരണങ്ങൾ എന്താണ്? പല കാരണങ്ങളൊക്കെ നമുക്ക് ബൈബിളിൽ നിന്ന് പറയാനായിട്ട് സാധിക്കും. ഞാനതിലേക്ക് പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നില്ലെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം. മനുഷ്യരെ അവരുടെ വഴികൾ നടക്കാനായിട്ട് ദൈവം അനുവദിച്ചതിൻ്റെ ഒരു കാര്യം, അതിനെക്കുറിച്ച് 17-ാമത്തെ അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ പറയും. അദ്ദേഹം പറഞ്ഞു, ദൈവത്തെ അന്വേഷിച്ച് ദൈവമുണ്ടോ തപ്പി നോക്കി അവനെ കണ്ടെത്തുവാൻ കഴിയുമെങ്കിൽ, മനുഷ്യർക്ക് ദൈവത്തെ അവരുടെ അന്വേഷണങ്ങൾ കൊണ്ട് കണ്ടെത്തുവാൻ കഴിയുമോ എന്നതിൻ്റെ ഒരു അവസരമാണ് മനുഷ്യരെ അവരുടെ വഴികൾ വിടാനായിട്ട് ദൈവം അനുവദിച്ചതിൽ ദൈവം ചെയ്ത ഒരു കാര്യം അതാണ്. പിന്നെ റോമാലേഖനം 1-ാമത്തെ അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ പറയും, മനുഷ്യർ അന്വേഷിച്ചിട്ടെങ്കിലും കണ്ടെത്തിയില്ല കേട്ടോ. ഓൾ നാച്ചുറൽ റിലിജിയൻ ഈസ് ഡിസെപ്ഷൻ. മനുഷ്യൻ്റെ അന്ധകാരത്തിൻ്റെയും അന്ധതയുടെയും ഒരു പ്രതിഫലനം മാത്രമാണ് മനുഷ്യർ സൃഷ്ടിച്ചുണ്ടാക്കിയ മതങ്ങളെല്ലാം. ദൈവത്തെ തപ്പി നോക്കിയിട്ട് കണ്ടെത്താൻ കഴിയുകയില്ല. ദൈവത്തിൻ്റെ വെളിപ്പാട് അനിവാര്യമാണ്. കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ ദൈവം തന്നെ വെളിപ്പെടുത്തിയ ആ വെളിപ്പാടിൽ കൂടെ അല്ലാതെ ദൈവത്തെ മനസ്സിലാക്കുവാനായിട്ട് മനുഷ്യർക്കാർക്ക് സാധിക്കില്ല. അതാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, the revelation through Jesus Christ is absolutely essential for knowing God. ദൈവത്തെ അറിയുവാൻ കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ ദൈവത്തിൻ്റെ വെളിപ്പാട് അനിവാര്യമാണ്. അല്ലാതെ ദൈവത്തെ അറിയാനായിട്ട് മനുഷ്യർക്ക് സാധിക്കുകയില്ല എന്നതാണ് രണ്ടാമത് മുൻധാരണയായിട്ട് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയും. മൂന്നാമത് അദ്ദേഹം പറയുന്ന കാര്യം, ദൈവം അതിനെക്കുറിച്ച് ഒരു പുസ്തകത്തോടെ പറയണമായിരുന്നല്ലോ, സകല ജാതികളെയും അവർ സ്വന്തം വഴികളിൽ നടക്കാനായിട്ട് ദൈവം അനുവദിച്ചു. ദൈവത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന ഈ അറിവ് ആ നിലയിൽ മനുഷ്യർക്ക് ലഭിച്ചില്ല. എങ്കിലും ഇസ്രായേലിനെ ലോകത്തിൻ്റെ വെളിച്ചമായിട്ട് ദൈവത്തെ പ്രസിദ്ധപ്പെടുത്തുവാനുള്ള മുഖാന്തരമായിട്ട് ദൈവം നിർത്തി. അപ്പോൾ അതുകൊണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിലൂടെ, അവരുടെ പ്രഘോഷണത്തിലൂടെ, അവരുടെ ജീവിതത്തിലൂടെ ദൈവം ആരാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാനുള്ള ഒരു അവസരം ലോകത്തുള്ള സകല മനുഷ്യർക്കും ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരുപാട് മനുഷ്യർ ഇസ്രായേലിൻ്റെ ദൈവത്തെ സ്വീകരിച്ച ചരിത്രം നമുക്കറിയാം. അപ്പോൾ ദൈവം നേരിട്ട് ഇടപെട്ടില്ല എന്നുള്ള കാര്യം ശരിയാണ്. എങ്കിലും ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുവാനുള്ള വഴിയും അതിനുള്ളതായ സാധ്യതയും ദൈവം സകല മനുഷ്യരുടെയും മുൻപിൽ എക്കാലത്തും തുറന്നിരുന്നു എന്നുള്ളതും അവിടെ നിന്ന് നമുക്ക് പറയാൻ കഴിയുന്ന കാര്യമാണ്. മൂന്നാമത് അദ്ദേഹം പറയുന്ന കാര്യം, എങ്കിലും ദൈവം സകല ജാതിയിലെ സ്വന്തം വഴികൾ നടക്കാനായിട്ട് സമ്മതിച്ചു. എങ്കിലും അവൻ നന്മ ചെയ്യുകയും ആകാശത്തു നിന്നും മഴയും ഫലപുഷ്ടിയുള്ള കാലങ്ങളും നിങ്ങൾക്ക് തരികയും ആഹാരവും സന്തോഷവും നൽകി നിങ്ങളെ തൃപ്തരാക്കുകയും ചെയ്തു പോകുന്നതിനാൽ തന്നെക്കുറിച്ച് സാക്ഷ്യം തരാതിരുന്നിട്ടില്ല. അവിടെ നേരിട്ട് ദൈവം
വെളിപ്പാടായിട്ട് മനുഷ്യരോട് സംസാരിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആ നിലയിൽ സംസാരിച്ചില്ല എന്നുള്ളത് ശരിയായിരിക്കുമ്പോൾ തന്നെ ദൈവത്തെക്കുറിച്ചുള്ള ഈ അറിവ് മനുഷ്യർക്ക് ലഭിക്കാൻ കഴിയാത്ത ഒരവസ്ഥയായിരുന്നില്ല. ദൈവത്തെ മനസ്സിലാക്കുവാനായിട്ട് മനസ്സുള്ള മനുഷ്യർക്ക് സാധിക്കുമായിരുന്നു. അങ്ങനെ മനസ്സിലാക്കിയോ എന്നുള്ള കാര്യം വേറെ, എങ്കിലും അതിനുള്ള സാധ്യത വെച്ചുകൊണ്ടാണ് ദൈവം മനുഷ്യരോട് ഇടപെട്ടത്. അപ്പം ലോകത്തുള്ളതായിരിക്കുന്ന മനുഷ്യരെ മഴ വന്നത് എങ്ങനെയാണെന്നാണ് പറഞ്ഞേ? ഓ, ദൈവം സ്വർഗത്തിൽ നിന്ന് കരുണ ചെയ്ത് ഞങ്ങൾ മഴയ്ക്കൊരു ദൈവമുണ്ട്, ആ മഴയെ നിയന്ത്രിക്കുന്ന ഒരു ദൈവമുണ്ട്, ആ ദൈവത്തെ പ്രസാദിപ്പിച്ചാൽ മഴ വരും. പിന്നീട് ഫലപുഷ്ടിയുള്ള കാലങ്ങൾ, പിന്നെ ധാന്യ അതിൻ്റേതായിരിക്കുന്ന ക്രമീകരണങ്ങളൊക്കെ ഓരോ ദൈവങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതൊക്കെ ചെയ്യുമെന്നാണ് പറഞ്ഞത്. എന്നാൽ യാഥാർത്ഥ്യമായിട്ട് ലോകത്തിൽ മഴ പെയ്തത് എങ്ങനെയാണ്? ഈ ദൈവങ്ങൾ വഴിയിച്ചാണോ? അതോ? ദൈവത്തെ നിഷേധിക്കുന്ന മനുഷ്യർക്കും ദൈവം നല്ലവനാണ് എന്ന കാര്യമാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ഗോഡ് ഈസ് എ ഗുഡ് ഗോഡ്, നോട്ട് ഓൺലി ടു ഹിസ് പീപ്പിൾ ബട്ട് ടു ഓൾ പീപ്പിൾ. ദൈവം സകല മനുഷ്യർക്കും നല്ലവനായിരിക്കുന്ന ദൈവമാണ്. ഈ കാര്യം മത്തായി സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ പർവ്വത പ്രസംഗത്തിൽ പറഞ്ഞപ്പോൾ പറഞ്ഞു, ദുഷ്ടൻ്റെ മേലും നീതിമാൻ്റെ മേലും സൂര്യനെ ഉദിപ്പിക്കുകയും മഴ നൽകുകയും ചെയ്യുന്ന നല്ലവനായിരിക്കുന്നൊരു ദൈവമാണ് സ്വർഗത്തിലെ ദൈവം എന്ന് കർത്താവും പറഞ്ഞു. ഞാനായിരുന്നെങ്കിൽ എനിക്ക് മഴ പെയ്യുകയും സൂര്യനെ ഉദിപ്പിക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് എന്നോട് പറയാം, ബാബു സഹോദരൻ സൂര്യനെ ഉദിപ്പിക്കുന്ന കാര്യവും മഴയുടെ കാര്യവും ഏൽപ്പിച്ചിരിക്കുന്നു എന്നോട് പറയുകയാണെങ്കിൽ ഞാൻ പറയാം, പലയിടത്തും സൂര്യൻ ഉദിക്കില്ല, ഉദിക്കത്തില്ല. കാര്യം എനിക്കിഷ്ടമില്ലാത്ത ഒരുപാട് മനുഷ്യരുണ്ട്. അവൻ ഇരുട്ടത്ത് നിൽക്കട്ടെ, അവൻ വെള്ളം കുടിക്കണ്ട എന്ന് ഞാൻ തീരുമാനിക്കുമായിരുന്നു. എൻ്റെ പൊന്നെ, ഞാൻ പറയട്ടെ, പലയിടത്തും നമ്മുടെ ഇവിടെ തന്നെ, നമ്മുടെ വിശ്വാസികളുടെ നടുവിൽ തന്നെ ചിലർക്ക് സൂര്യൻ ഉണ്ടാവില്ല. അയ്യോ, ദൈവം എന്തൊരു മഹാമനസ്കനായിരിക്കുന്ന ദൈവമാണ്. അതിനെക്കുറിച്ച് ഒരു പ്രസിദ്ധനായിരിക്കുന്ന അപ്പോളജിസ്റ്റ് കൊർണേലിയസ് വാൻറ്റിൽ പറഞ്ഞതുപോലെ അദ്ദേഹം പറഞ്ഞു, ദൈവം തന്ന സൂര്യൻ, ദൈവം തന്ന വായു, ദൈവം തന്ന വെള്ളം, ദൈവം തന്ന ആഹാരം, ദൈവം തന്ന ആരോഗ്യം, ഇതൊക്കെ ഉള്ളതായിരിക്കുന്ന മനുഷ്യൻ ഇതെല്ലാം കൂടെ കഴിച്ച് തിന്ന് മാത്തന് നാം മലക്കുന്നു എന്ന് പറഞ്ഞ് കിടന്ന് അവൻ്റെ ഹൃദയത്തിൽ കൂടെ പോകുന്ന ചിന്തയെല്ലാം ഈ ദൈവത്തിനെതിരെയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തനിക്ക് നന്മ ചെയ്യുന്ന ദൈവത്തിനെതിരെ നിൽക്കുന്ന ദുഷ്ടരായ മനുഷ്യനാണ് നമ്മൾ എന്നാണ് നമ്മെക്കുറിച്ച് ദൈവത്തിന് പറയാനുള്ളത്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറയാം, ഗോഡ് ഈസ് എ ഗുഡ് ഗോഡ്. ദൈവം ഒരു നല്ല ദൈവം അല്ലേ? എൻ്റെ പൊന്നെ, ഇത്രയും നന്മ ചെയ്യാൻ എന്താ കാരണം? എനിക്ക് ഈ നന്മ ചെയ്യാനായിട്ടുള്ള കാരണം എന്താ? എന്നോട് കരുണ ചെയ്യുവാനുള്ള കാരണം എന്താണ്? ഒരു കാരണമേ ഉള്ളൂ, ദൈവത്തിൻ്റെ സ്വഭാവം അതാ. ദൈവത്തിന് നന്മ ചെയ്യാതിരിക്കുവാൻ കഴിയുകയില്ല. എല്ലാ മനുഷ്യർക്കും നന്മ ചെയ്യുന്ന, എല്ലാ മനുഷ്യർക്കും ദൈവം നന്മയാണ് ചെയ്യുന്നതെങ്കിൽ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവം ചെയ്യുന്ന നന്മ എത്ര അധികമാണ്. എത്ര നല്ലവനായിരിക്കുന്ന ഒരു ദൈവം. ഇറ്റ്സ് എ ഗുഡ് ഗോഡ്. നിങ്ങൾക്ക് ആഹാരവും നിങ്ങൾക്ക് മഴയും ഫലപുഷ്ടിയുള്ള കാലങ്ങളും നിങ്ങൾക്ക് തരികയും നിങ്ങൾക്ക് സന്തോഷം നൽകി നിങ്ങളെ തൃപ്തരാക്കുകയും ചെയ്തു പോകുന്നതിനാൽ അവൻ തന്നെക്കുറിച്ചുള്ള സാക്ഷ്യം നിങ്ങൾക്ക് തരാതിരുന്നിട്ടില്ല. നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹവും സന്തോഷവും ഒക്കെ എങ്ങനെ കിട്ടിയാണ് നിങ്ങളുടെ വിചാരം? എങ്ങനെ കിട്ടിയേ? ഞാൻ രാവിലെ സൂര്യൻ ഉദിച്ചത് എങ്ങനെയാ? ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ സൂര്യൻ ഉദിക്കണമെന്നുള്ള കാര്യം തീരുമാനിച്ചായിരുന്നു. അത് ശരി. മഴ പെയ്ത് എങ്ങനെയാ? മഴ പെയ്യണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. നടക്കും. എൻ്റെ പൊന്നെ, ഇത് തമ്പുരാൻ്റെ കാരുണ്യം കൊണ്ട് കിട്ടിയതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്തൊരു ഭയങ്കര ചൂടായിരുന്നു അല്ലേ? 1-2 മഴ കിട്ടിയത് എന്തൊരു ഭയങ്കര അനുഗ്രഹമായി പോയി. അപ്പം ഞാൻ വിചാരിക്കും, സ്വർഗത്തിലെ ദൈവം കേരളത്തിലുള്ള കളമശ്ശേരിയിലൊക്കെ ഉള്ളതായിരിക്കും ദൈവമക്കളെ കുറിച്ചൊക്കെ ഓർത്ത് ഭയങ്കര ചൂടായല്ലേ? ശരി, പോട്ടെ, 2 മഴ ഇരിക്കട്ടെ. അയ്യോ, ദൈവം നന്മ ചെയ്യുന്നയാളാണ്. മനുഷ്യർക്കെല്ലാം ദൈവത്തെ സംശയമില്ലയോ? ദൈവത്തെ സംശയമാണ്. ദൈവത്തിൻ്റെ വഴിയിൽ വന്നാൽ മുടിഞ്ഞു പോകുന്ന മനുഷ്യരുടെ വിചാരം. സുവിശേഷം പറഞ്ഞാൽ കൊല്ലണമെന്ന്, ദൈവത്തെ അന്വേഷിച്ചാൽ അവരെയൊക്കെ കൊന്നുകളണമെന്നാണ് മനുഷ്യൻ പറയുന്നത്. കാരണം ദൈവത്തിൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര ദോഷമാണ്.
അങ്ങനെയുള്ള മനുഷ്യരോട് ദൈവം കരുണ ചെയ്യുന്നില്ലേ? എത്ര അത്ഭുതകരമായ കാര്യമാണ്. ദൈവം നല്ലവനായ ദൈവമാണ്, നമ്മളോട് കരുണ ചെയ്യുന്ന ദൈവമാണ്, നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അതാണ് അപ്പോസ്തലനായ പൗലോസിന് പറയാനുള്ളത്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും, നിങ്ങൾ എന്തൊക്കെ കാണിച്ചാലും, നിങ്ങളുടെ നന്മയ്ക്കും നിങ്ങളുടെ അഭിവൃദ്ധിക്കും നിങ്ങളുടെ ജീവസന്ധാരണത്തിനുള്ള കാരണം ദൈവം കരുണ ചെയ്തു എന്നുള്ളത് തന്നെയാണ്. അതാണ് ദുഷ്ടന്മാരോടും അപ്പോസ്തലനായ പൗലോസിന് പറയാനുള്ള കാര്യം. അപ്പം ഈ കാര്യവും നമ്മൾ ദൈവം നല്ലവനായ ദൈവമാണ്. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വന്നാൽ നമുക്ക് അനുഗ്രഹമേ ഉണ്ടാകുകയുള്ളൂ. നമ്മുടെ നന്മയാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. നിങ്ങൾ സുവിശേഷം വിശ്വസിക്കണമെങ്കിൽ ഈ സുവിശേഷം നൽകുന്ന ദൈവം ഇത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇത് നമ്മളോട് പറയുന്നത്. നമുക്ക് അനുഗ്രഹം വരാനായിട്ടാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ദൈവം നമ്മളെ ഈ കാളി എന്ന് പറയുന്ന ദേവി പോലെ വാളുമായിട്ട് നിൽക്കുകയാണ്. നാക്ക് നീട്ടിയിട്ടുണ്ട്, അടുത്ത് വന്നാൽ കണ്ടിക്കും. അയ്യോ, അങ്ങനെയുള്ള ദൈവമല്ലല്ലോ. സത്യദൈവം മനുഷ്യന് നന്മ ചെയ്യുന്ന ദൈവമാണ്. അവരുടെ നന്മ ആഗ്രഹിക്കുന്ന ദൈവമാണ്. അവരാരും നശിച്ചു പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന ദൈവമാണ്. അവർ സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമാണ്. അവർ പാപങ്ങൾക്ക് പരിഹാരം വന്ന് സ്വാതന്ത്ര്യത്തിലും സന്തോഷത്തിലും ജീവിക്കണം എന്നവരെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ദൈവമാണ്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. God is a good God. He wants my good. എൻ്റെ നന്മ ആഗ്രഹിക്കുന്ന, അല്ല ഞാൻ പറയാം, എൻ്റെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന, എനിക്ക് നന്മ വരണമെന്ന് പൂർണ്ണമായും ആഗ്രഹിക്കുന്ന ഒരു നല്ലവനായ ദൈവത്തെയാണ് എനിക്ക് പരിചയപ്പെടുവാനായിട്ട് സാധിച്ചത്. അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ അനുഗ്രഹം. ആ ദൈവത്തിലേക്കാണ് എൻ്റെ പൊന്നു സഹോദരങ്ങളെ എല്ലാവരെയും നമ്മൾ ക്ഷണിക്കുന്നത്. We are inviting people to a good God who will bless their lives. അതിനുള്ള തെളിവ് കഴിഞ്ഞ കാലങ്ങളിൽ തന്നെ ദൈവം അവരോട് ചെയ്തിട്ടുണ്ട്. ദൈവം അവരോട് നന്മ ചെയ്തിട്ടുണ്ട്, കരുണ കാണിച്ചിട്ടുണ്ട്. ജീവനും ജീവിതത്തിനും ഒക്കെ ആവശ്യമായിരിക്കുന്ന നന്മ ദുഷ്ടന്മാരായ മനുഷ്യർക്ക് പോലും ദൈവം ചെയ്യുന്ന നല്ലവനായ ദൈവം, ആ ദൈവത്തെയാണ് ബൈബിള് വെളിപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് അവൻ നന്മ ചെയ്യുകയും ആകാശത്തു നിന്ന് മഴയും ഫലപുഷ്ടിയുള്ള കാലങ്ങളും നിങ്ങൾക്ക് തരികയും ആഹാരവും സന്തോഷവും നൽകി നിങ്ങളെ തൃപ്തരാക്കുകയും ചെയ്തു പോകുന്നതിനാൽ തന്നെക്കുറിച്ചുള്ള സാക്ഷ്യം നൽകാതിരുന്നിട്ടില്ല. അപ്പം ആ ഒരു നല്ല ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ഇതിനാവശ്യമാണ്. ഏതായാലും ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അവർ പൗലോസിനും ബർന്നബാസിനും യാഗം കഴിക്കുന്ന പരിപാടി ഏതായാലും അവസാനിച്ചു. പ്രയാസത്തോടെ നടത്തുന്നു കേട്ടോ. അവരിങ്ങനെ പറഞ്ഞ് തങ്ങൾ യാഗം കഴിക്കാതെ പുരുഷാരത്തെ പ്രയാസത്തോട് നടത്തു. അവർക്ക് പറഞ്ഞു ഒന്നും അങ്ങനെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നില്ല. ഏതായാലും ശരി, യാഗം കഴിക്കണ്ട എന്ന് വിചാരിച്ച് അവർ ആ പരിപാടി അവസാനിപ്പിച്ചു. അപ്പം ഒന്നാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു, ഒന്നുകൂടെ പറയാം. സുവിശേഷം വിശ്വസിക്കുവാനായിട്ട് ചില അടിസ്ഥാന വിശ്വാസങ്ങൾ അനിവാര്യമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ സുവിശേഷം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ, സുവിശേഷം നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം രണ്ടാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോസ്തലനായ പൗലോസിന് സംഭവിച്ച കാര്യത്തെക്കുറിച്ചാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, എന്നാൽ അന്ത്യോക്യയിൽ നിന്നും ഇക്കോനിയിൽ നിന്നും യഹൂദന്മാർ വന്നുകൂടി പുരുഷാരത്തെ വശത്താക്കി പൗലോസിനെ കല്ലെറിഞ്ഞു. അവൻ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് അവനെ പട്ടണത്തിന് പുറത്തേക്ക് ഇഴച്ചു കളഞ്ഞു. എന്നാൽ ശിഷ്യന്മാർ അവനെ ചുറ്റി നിൽക്കുകയിൽ അവൻ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെന്നു. പിറ്റേന്നാൾ ബർന്നബാസിനോടുകൂടെ ദെർബയ്ക്ക് പോയി. അവിടെ ഞാൻ രണ്ടാമത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം 19ാമത്തെ വാക്യത്തെ അധികരിച്ചാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, മനുഷ്യരുടെ കയ്യടിയും അഭിനന്ദനവും അതിലൊന്നും വലിയ കാര്യമില്ല എന്നുള്ളതാണ് ഞാൻ രണ്ടാമത് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. മനുഷ്യരുടെ അഭിനന്ദനവും അവരുടെ കയ്യടിയും അവരുടെ അംഗീകരണത്തിനും ഒന്നും ഒരുപാട് ആയുസില്ല, അതിന് ഒരുപാട് വിലയുമില്ല. അത് നമ്മൾ ഓർക്കണം. അതിന് മറുവശം കൂടെ ഞാൻ പറയാം. നമുക്ക് ആവശ്യമായിരിക്കുന്നത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അംഗീകരണവും ദൈവത്തിൻ്റെ അഭിനന്ദനവുമാണ്. അപ്പം ആ നിലയിലാണ് അപ്പോസ്തലനായ പൗലോസ് ജീവിതത്തെ കണ്ടത് കേട്ടോ. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് വേറെ സ്ഥലത്ത് പറയുന്നത് പോലെ മനുഷ്യഭയം വലിയൊരു കെണിയാണ്, ഒരു വലിയ കെണിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയട്ടെ, എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ ചോദിക്കുക, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? അയ്യോ, മറ്റു മനുഷ്യരുടെ മുമ്പിൽ നമ്മൾ വലിയ ആളാന്നൊക്കെയുള്ളൊരു അംഗീകരണം കിട്ടണം. അതാണ് നമ്മളുടെ ഏറ്റവും വലിയ ആഗ്രഹം. എന്തിനാ വലിയ വീട് വെച്ചത്? വലിയ വീട് വെച്ചതിനാ?
വലിയ വീട് വെച്ച് ഞാൻ വലിയ വീട്ടിൽ സന്തോഷമായി പാർക്കണേ, അതൊരു വശമുണ്ടെന്നുള്ള കാര്യമൊക്കെ ശരിയാണ്. അടുത്ത അയലോക്കക്കാരെ നോക്കിച്ച് പറയണം ഇവൻ എന്തൊരു വലിയ പുള്ളിയാന്ന് പറയണം. എന്തിനാ വലിയ കാർ വാങ്ങിച്ചത്? റോഡിൽ കൂടെ പോകുമ്പോൾ തന്നെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ആൾക്കാർ നോക്കണം, എന്തോ കാറാണ് അല്ലേ. മറ്റുള്ള മനുഷ്യരുടെ അഭിനന്ദനം ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ അസൂയപ്പെടുത്തുക. ഈ പറയുന്നതായ കയ്യടി അതാണ് മനുഷ്യരെ സംബന്ധിച്ച് വലിയ കാര്യമായിട്ട് പലരും വിചാരിക്കുന്നത് തന്നെയാണ്. എന്നാൽ ഇതിന് അല്പായുസേ ഉള്ളൂ കേട്ടോ. കുറച്ച് നേരം മുമ്പേ പൗലോസിനെയും ബർന്നബാസിനെയും കുറിച്ച് ഇവരെന്താ പറഞ്ഞത്? ഒരാളിനെ ബുധനെന്നും മറ്റേയാളിനെ ഇന്ദ്രനെന്നും, രണ്ടുപേര് നല്ല കൂടിയ പേരാ ബുധൻ. അപ്പോൾ ഇംഗ്ലീഷിൽ തന്നെ വേറെ പേരാണ് സ്യൂസ് എന്നോ ഏണ്ടൊക്കെയാ പേര്. ബുധനെന്നും ഇന്ദ്രനെന്നും ഒക്കെ വിളിച്ചു, ദൈവങ്ങളാണെന്ന് പറഞ്ഞു. കുറേ കഴിയുമ്പോഴേ കല്ലെറിയാനായിട്ട് കല്ലുമായിട്ട് അവർ നിൽക്കുകയാണ്. ഞാൻ പറയാം, ലോകത്തിലുള്ള മനുഷ്യരുടെ അംഗീകരണം, അവരുടെ കയ്യടി എന്നൊക്കെ പറയുന്നതിന് അല്പായുസേ ഉള്ളൂ. അതിൽ നമുക്കൊരു സ്ഥിരതയും കണ്ടെത്താനായിട്ട് സാധിക്കുകയില്ല. മനുഷ്യനെ പ്രസാദിപ്പിക്കാനായിട്ട് ജീവിക്കുന്ന ഈ ആളുകളുടെ ജീവിതം ഒരു പരാജയമാണ്. അവരെ പ്രസാദിപ്പിച്ച് ജീവിച്ച് വിജയിക്കാനായിട്ട് സാധിക്കുകയില്ല. നമുക്ക് പ്രസാദിപ്പിക്കേണ്ടത് ദൈവത്തെയാണ്. അപ്പസ്തലനായ പൗലോസിനോട് ചോദിച്ചാൽ അദ്ദേഹം പറയും കേട്ടോ, എനിക്ക് ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ. അത് ചോദിച്ചാൽ കർത്താവിനെ പ്രസാദിപ്പിക്കണം, ദൈവത്തിന് പ്രസാദകരമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യണം. മനുഷ്യനെ നോക്കിയല്ല, സമൂഹത്തിൻ്റെ അംഗീകരണം നോക്കിയല്ല, കൂടെ നിൽക്കുന്ന ആളുകൾ അഭിനന്ദിക്കും എന്ന് വിചാരിച്ചല്ല, ദൈവത്തെ മുൻനിർത്തി, ദൈവത്തിൻ്റെ വചനത്തെ മുൻനിർത്തി, ദൈവം പറഞ്ഞതനുസരിച്ച് ജീവിക്കുവാനും പ്രവർത്തിക്കുവാനുമാണ് ആഗ്രഹമായിരിക്കുന്നത്. അതാണ് നമ്മുടെ തീരുമാനം. അങ്ങനെയാണോ? അതിനെക്കുറിച്ച് പറയാം, സത്യമായി ദൈവത്തെ അന്വേഷിക്കുന്ന ദൈവഭക്തനായ മനുഷ്യൻ, ഹീ ഈസ് എ ലോൺലി മാൻ. അവൻ ദൈവവും താനും എന്നുള്ളതായിരിക്കുന്ന ആ നിലയിൽ ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കുവാനായിട്ട് തീരുമാനിച്ച ആളാണ്. ആളുകളെല്ലാം കൂടെ ഒരുമിച്ച് നിൽക്കാമെങ്കിൽ ഞാൻ വേറെ കൂടെ നിൽക്കുക. അതേ, അങ്ങനെ നമുക്ക് നിൽക്കാനൊക്കെയില്ല. അങ്ങനെ നിൽക്കുന്ന സന്ദർഭങ്ങളുണ്ട്. അതിനായിട്ട് ദൈവത്തിൻ്റെ സ്തോത്രം. ആളുകളൊക്കെ നമ്മൾ അഭിനന്ദിക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത് നല്ല കാര്യം. പക്ഷെങ്കിൽ നമ്മൾ തീരുമാനമെന്ന് പറയുന്നതല്ല. അതിനെക്കുറിച്ച് മഹാനായ അത്തനേഷ്യസ് പറഞ്ഞൊരു പ്രസ്താവന ഉണ്ട് കേട്ടോ. മഹാനായ അത്തനേഷ്യസിനോട് ആൾക്കാർ പറഞ്ഞു ലോകമെല്ലാം അത്തനേഷ്യസിനെതിരാണ് എന്ന് പറഞ്ഞു. The whole world is against you. അപ്പോൾ അത്തനേഷ്യസ് പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ? Then said, I and my Lord are against the whole world. ഞാനും എൻ്റെ ദൈവവും ഈ ലോകത്തിന് മുഴുവനും എതിരാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. If the whole world is against me, I am convinced that this is what God wants me to do. So I and my God, we are against the whole world. അതാണ് അത്തനേഷ്യസിൻ്റെ നിലപാട്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ പറയട്ടെ, നമ്മളെ തീരുമാനങ്ങളും ആഗ്രഹങ്ങളും നിലപാടുകളും ദൈവത്തിലും ദൈവവചനത്തിലും അടിസ്ഥാനപ്പെട്ടതായിരിക്കണം. അതാണ് നമ്മളുടെ മുൻഗണന. അല്ലാതെ മറ്റുള്ളവരുടെ ഒന്നും അംഗീകരണമല്ല. ആളുകൾ കൈയടിക്കും, ആളുകൾ അഭിനന്ദിക്കും എന്നുള്ളതൊന്നുമല്ല നമ്മളെ ലക്ഷ്യം. നമ്മളെ ലക്ഷ്യം ദൈവം നമ്മളിൽ പ്രസാദിക്കണമെന്നുള്ളതാണ്. ഡാൻ വാലസ് എന്ന് പറയുന്നയാൾ മത്തായി സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഉപവസിക്കുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് കർത്താവ് പറഞ്ഞ പ്രസ്താവനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു ഭക്തനായിരിക്കുന്ന മനുഷ്യന് എല്ലായ്പ്പോഴും ഹി ഈസ് ലിവിങ് ഇൻ എ വൺ പേഴ്സൺ ഓഡിയൻസ്. ഒരു വ്യക്തിയുടെ മുൻപിൽ ജീവിക്കുന്നയാളാണ്, അല്ലാതെ ലോകത്തിൻ്റെ മുൻപിൽ ജീവിക്കുന്നയാളല്ല എന്ന് പറഞ്ഞു. He is living before one person and that is God. ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്നുള്ള താല്പര്യത്തോടുകൂടെ ദൈവത്തെ മാത്രം നോക്കി, ആ മുഖത്തേക്ക് മാത്രം നോക്കി നിൽക്കുന്ന ഒരാളാണ് ദൈവഭക്തനായിരിക്കുന്നയാളെന്ന് പറഞ്ഞു. That should be. അതായിരിക്കണം എൻ്റെ പൊന്ന സഹോദരങ്ങളെ, നമ്മളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അതായിരിക്കണം. കാരണം ചോദിച്ചാൽ, നമുക്ക് കൈയടിച്ച ആളുകൾ കുറേ കഴിയുമ്പോൾ കല്ലെറിയാനായിട്ട് അവർ കല്ലെടുക്കും. അവരൊന്നും ആശ്രയിച്ചൊന്നും നമുക്ക് നിൽക്കാൻ പറ്റുകയില്ല. അപ്പോൾ അവരെന്ത് പറഞ്ഞാലും നമ്മൾ അതിനല്ല പ്രാധാന്യം കൊടുക്കുന്നത്. ഞാൻ ഇന്നും മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനാകാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരല്ല,
നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന നമ്മുടെ സംരംഭത്തിൽ ചില ഭക്തന്മാരും മനുഷ്യരും ഒക്കെ നമ്മളിൽ പ്രസാദിച്ചാൽ വളരെ സന്തോഷം. അതിൽ നമുക്ക് യാതൊരു വിരോധമില്ല കേട്ടോ. നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന സംരംഭത്തിന് ധൈര്യമായി നമ്മൾ നിലപാടുകൾ എടുക്കുമ്പോൾ ഈ നിലപാട് നല്ലതാണ് എന്ന് പറഞ്ഞ് ചില ദൈവ മനുഷ്യരും കൂടെ അതിൻ്റെ കൂടെ നിന്നാൽ വലിയ സന്തോഷം. എന്നാൽ പലപ്പോഴും നിലപാടുകളെടുത്ത ആളുകളുടെ കൂടെ നിൽക്കാൻ വളരെ കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ദേ വർ ലോൺലി, ദേ സ്റ്റുഡ് ബൈ ദംസെൽസ്. ശദ്രക്ക് മേശക്ക് അഭിനന്ദനകോ 3 പേരുണ്ടായിരുന്നു, അവർക്ക് 3 പേര് ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ആ സമൂഹത്തിൽ ഈ സത്യത്തിന് വേണ്ടി നിൽക്കുവാൻ അത് 3 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മാർട്ടിൻ ലൂതർ വിശ്വാസത്താലുള്ള നീതീകരണം എന്ന് പറയുന്ന ആശയത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ഹി വാസ് ഓൾ ബൈ ഹിംസെൽഫ്. അവിടെ തന്നെ പിച്ച് ചീന്താനായിട്ട്, തന്നെ കൊന്നുകളയാനായിട്ട് ആഗ്രഹിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യർ, അധികാരികൾ തൻ്റെ രക്തം ചോദിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുന്ന അവസരത്തിൽ നീ പറയുന്ന ഈ ആശയം ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ നിന്നെ കത്തിക്കുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഹിയർ ഐ സ്റ്റാൻഡ്, ഹിയർ ഐ സ്റ്റാൻഡ്, മേ ഗോഡ് ഹെൽപ്പ്. എന്നെ ദൈവം ബോധ്യപ്പെടുത്തിയ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് എന്നെ ദൈവം ബോധ്യപ്പെടുത്തി ഈ സത്യത്തിനു വേണ്ടി മരിക്കേണ്ടി വന്നാലും ജീവിക്കേണ്ടി വന്നാലും അങ്ങനെ നിൽക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ നിന്ന ദൈവ മനുഷ്യരാണ് കേട്ടോ പിന്നീട് സത്യത്തെ മനുഷ്യർക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള കാരണമെന്ന് പറയുന്നത് അവരാ. മാർട്ടിൻ ലൂതർ അന്ന് പേടിച്ചിട്ട് ഇത് തെറ്റായിരുന്നു എന്ന് പറഞ്ഞായിരുന്നല്ലോ. എങ്ങനെ ദൈവം തൻ്റെ വഴികൾ, ദൈവം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ള കാര്യം ശരിയാ, എങ്കിലും മാനസികമായി പറയുമ്പോൾ ബുദ്ധിമുട്ടായതിനെ അല്ലേ കാര്യങ്ങൾ. ദൈവം അങ്ങനെ ധൈര്യം കൊടുക്കുന്നത് ദൈവ മനുഷ്യർക്കായിട്ട് ദൈവത്തിന് സ്തോത്രം. ദേ സ്റ്റാൻഡ് അലോൺ ഫോർ ഗോഡ്. ദൈവത്തിന് വേണ്ടി തനിയെ നിൽക്കുവാൻ ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും അവർക്ക് അടിസ്ഥാനമായിരിക്കുമ്പോൾ മറ്റാളുകൾ ആരെന്ത് പറഞ്ഞാലും അതിൻ്റെ നേരെ ധൈര്യമായി നിൽക്കുന്ന ധൈര്യം അത് വളരെ ശ്രേഷ്ഠമേറിയ കാര്യമാണ്. അപ്പോൾ അതാണ് എനിക്ക് രണ്ടാമത് പറയാനുള്ളത്. നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് നിൽക്കണം, മനുഷ്യരെ പ്രസാദിപ്പിക്കാനായിട്ട് നിൽക്കാനായിട്ട് പാടില്ല. കാരണം മനുഷ്യ പ്രസാദം എന്ന് പറയുന്നത് അതിനെ നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല, ആശ്രയിച്ചിട്ട് കാര്യവും ഇല്ല, അത് നമ്മളുടെ ലക്ഷ്യമല്ല. ദൈവപ്രസാദമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്നോട് ഞാനൊരു പ്രാവശ്യം കൂടെ പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താ? ആരെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഭാര്യയെ പ്രസാദിപ്പിക്കണം കേട്ടോ, അല്ലെങ്കിൽ പരാതിയൊന്നുമില്ല. പക്ഷെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന എതിരായിട്ടാണേ പറ്റില്ല. ദൈവപ്രസാദം നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യമായി വിചാരിക്കുന്ന ദൈവഭക്തന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അതാണ് നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. മൂന്നാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, അവസാനമായി പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ദൈവം പറഞ്ഞു, എന്നാൽ പൗലോസിനെ കല്ലെറിഞ്ഞു. ഇക്കോന്യയിൽ നിന്നും യഹൂദന്മാർ വന്നുകൂടി പുരുഷാരത്തെ വശത്താക്കി പൗലോസിനെ കല്ലെറിഞ്ഞു. അവൻ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് അവനെ പട്ടണത്തിന് പുറത്തേക്ക് ഇഴച്ചു കളഞ്ഞു. എന്നാൽ ശിഷ്യന്മാർ അവനെ ചുറ്റി നിൽക്കയിൽ അവൻ എഴുന്നേറ്റു പട്ടണത്തിൽ ചെന്നു. പിറ്റേന്നാൾ ബർന്നബാസിനോടുകൂടെ ദർബയ്ക്ക് പോയി. അപ്പം ഞാൻ മൂന്നാമത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, സുവിശേഷം പ്രഘോഷിക്കുന്ന ആളുകൾക്കും സുവിശേഷം സ്വീകരിക്കുന്ന ആളുകൾക്കും കഷ്ടതയുണ്ട് കേട്ടോ. എന്നാൽ ആ കഷ്ടതയുടെ നടുവിൽ ദൈവം അവരെ സംരക്ഷിക്കുന്നു എന്നതാണ് ഞാൻ മൂന്നാമത് പറയാൻ ആഗ്രഹിക്കുന്നത്. സുവിശേഷം വിശ്വസിക്കുകയും സുവിശേഷം പ്രഘോഷിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക്, ദൈവഭക്തന്മാർക്ക് ഈ ലോകത്തിൽ കഷ്ടതയുണ്ട്. ആ ആശയം ഇന്ന് വളരെ കുറച്ച് ആൾക്കാരെ പ്രസംഗിക്കുന്നുള്ളൂ കേട്ടോ. കർത്താവിനെ അന്വേഷിക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? പിന്നെ അഭിവൃദ്ധി ഇല്ലയോ. 1.5 കോടി രൂപ അച്ചായ വന്നോ? 1.5 കോടി രൂപ വന്നു. വന്നു മോനെ വന്നു. യേശു ക്രിസ്തു വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ ശൂന്യമായിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിൽ പിറ്റേ ദിവസം നോക്കി 1.5 കോടി രൂപ. എന്തോ അനുഗ്രഹമാണെന്ന് പറ. യേശു ക്രിസ്തു വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ രോഗം ഉണ്ടാവുകയില്ല. എല്ലാ രോഗം, കോവിഡ് വന്നാലും എന്താ, കോവിഡ് വരത്തില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. കോവിഡ് വന്നാലും അത് മരണകാരണമാവുകയില്ല. അതാണ് രണ്ടാമത്തെ കാര്യം. നിങ്ങൾ കോവിഡ് വന്ന് മരിച്ചാലും നല്ല മരണമായിരിക്കും. എൻ്റെ പൊന്നെ, ഇതൊക്കെ ഭയങ്കര തട്ടിപ്പല്ലേ.
കർത്താവായ യേശു ക്രിസ്തു അനുഗ്രഹിക്കുന്ന ദൈവമാണെന്നുള്ള കാര്യം നേരത്തെ തന്നെ പറഞ്ഞു കേട്ടോ. അവൻ നമുക്ക് തൃപ്തി വരുത്തുന്ന ദൈവമാണ്, നമുക്ക് അഭിവൃദ്ധി വരുത്തുന്ന ദൈവമാണ്, അനുഗ്രഹങ്ങൾ തരുന്ന ദൈവമാണ്. എന്നാൽ കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിക്കുവാനുള്ള അവസരങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. There is no Christian without a cross. ക്രിസ്തീയ വിശ്വാസത്തിൽ കുരിശില്ലാതെ കർത്താവിനെ അനുഗമിക്കുവാൻ ആർക്കും കഴിയുകയില്ല. There is a cross when we follow Jesus. യേശു ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുന്ന ആളുകൾക്ക് കുരിശുണ്ട് കേട്ടോ. കുരിശിൻ്റെ അനുഭവം ഇല്ലാതെ there is no crown without a cross. കുരിശില്ലാതെ അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് മനുഷ്യർക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് കഷ്ടതയെന്ന് പറയുന്നത് ക്രിസ്തീയ ജീവിതത്തിലെ അനിവാര്യമായൊരു ഭാഗമാണ്. നമ്മളെ ശുദ്ധീകരിക്കുവാൻ, നമ്മളെ വിശ്വാസം പ്രസിദ്ധപ്പെടുത്തുവാൻ, നമ്മളെ വിശ്വാസത്തിൽ നമ്മളെ ധൈര്യപ്പെടുത്തുവാൻ, നമ്മളെ വിശ്വാസം യാഥാർത്ഥ്യമാണോ എന്ന് പരിശോധിക്കുവാൻ നമ്മളെ ജീവിതത്തിൽ കഷ്ടതകളെ ദൈവം അനുവദിക്കുന്നു. ഈ ദൈവ മനുഷ്യന് വന്ന കഷ്ടതയൊന്ന് ഓർത്ത് നോക്കി. അവനെ പൗലോസിനെ കല്ലെറിഞ്ഞു. ഈ കാലങ്ങളൊന്നും അങ്ങനെ കല്ലെറിയുന്ന പരിപാടിയില്ല. കല്ലൊക്കെ വല്ലപ്പോഴൊക്കെ എടുത്ത് എറിയുമായിരിക്കും അല്ലയോ, പോലീസിനെയൊക്കെ കല്ലൊക്കെ എറിയും. പക്ഷേ അത് തടയാനായിട്ട് അവർ സാധനമൊക്കെ ഉണ്ട് അവരുടെ കയ്യിൽ. കല്ലെറിയുന്ന വല്ല മര്യാദയുണ്ടോ? വല്ല മര്യാദയുണ്ടോ? എത്ര വലിപ്പമുള്ള കല്ലാണ് എറിയേണ്ടേ? പൗലോസിനെ എറിയുന്ന കല്ലിൻ്റെ വലിപ്പം എന്തായിരിക്കണം? അത് ഈ കയ്യിൽ ഒതുങ്ങുന്നതായിരിക്കുന്ന കല്ലല്ല, അതിൽ കൂടുതൽ വലിപ്പമുള്ള കല്ല് ഉപയോഗിച്ച് പൗലോസിനെ എറിയാൻ പാടില്ല. അയ്യോ അല്ലെന്നേ, ഏത് കല്ലെടുത്ത് എറിയാം. ഈ ഏറെ എന്തിനു വേണ്ടി എറിഞ്ഞാ? അവനെ ഓടിപ്പോട്ടെ, അല്ലെന്നേ കൊല്ലാൻ എറിഞ്ഞതാ, കൊല്ലാനായിട്ട് എറിഞ്ഞതാ. അപ്പസ്തലനായ പൗലോസ് എന്ന കഷ്ടാനുഭവങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ 2 കൊരിന്ത്യർ 11 അധ്യായത്തിലല്ലേ പറഞ്ഞു, ഒരു വട്ടം കല്ലേറ് ഏറ്റു. ഒരു വട്ടം. ആ സംഭവം അത് അദ്ദേഹം എഴുതുന്നത് ഞാൻ വിചാരിക്കുന്നു ഇതിന് ശേഷം ഒരു 10 വർഷം കഴിഞ്ഞിട്ടാണ്. ഒരു 10 വർഷം കഴിഞ്ഞിട്ടാണ് ആ പ്രസ്താവന പൗലോസ് എഴുതുന്നത്. എന്ന് പറഞ്ഞാൽ 10 വർഷം കഴിഞ്ഞതിന് ശേഷം ആ ഏറിൻ്റെ വേദന, അതിൻ്റെ ഓർമ്മ പൗലോസിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അവർ കല്ല് എറിഞ്ഞ അവസരത്തിൽ തനിക്ക് അനുഭവപ്പെട്ട ബുദ്ധിമുട്ട്, അതിൻ്റെ പ്രയാസം. ഞാൻ കല്ലെറിഞ്ഞ് കൊണ്ടില്ലെങ്കിലും അബദ്ധത്തിൽ കല്ലൊക്കെ തലയിൽ വീണിട്ടുണ്ട്, ചെറിയ ചെറിയ കല്ലുകളാണ്. ഈ മുഖത്തൊക്കെ കല്ല് വന്ന് വീണെന്ന് പറഞ്ഞാൽ എന്തൊരു ഭയങ്കര വേദനയാണ്, എന്തോ വേദനയാണ് ഇത്. ഒരു മനുഷ്യനെ കൊല്ലാനായിട്ട് ആക്രോശിച്ച് വരുന്ന ജനക്കൂട്ടം, അവളെ കൊല ചെയ്യാനായിട്ട് കല്ലെറിയുക, അതൊക്കെ ഏറ്റ് ഏറുകൊണ്ട് താഴെ വീണ് കഴിഞ്ഞ് പിന്നെയും എറിഞ്ഞത് എപ്പോഴാണ് അവസാനിപ്പിച്ച് ജീവൻ ചത്തെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം, മരിച്ചു എന്ന് തോന്നിയപ്പോൾ മാത്രമാണ് അവർ കല്ലേറ് അവസാനിപ്പിച്ചത്. ഗലാത്യ ലേഖനം എഴുതിയപ്പോൾ അദ്ദേഹം പറഞ്ഞു കേട്ടോ, ഗലാത്യ ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഇനി എനിക്ക് സങ്കടം വരുത്തരുത്, ക്രിസ്തുവിൻ്റെ ചൂടടയാളം ഞാൻ എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു. The marks of persecution that I endured for Jesus is all over my body. കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി കഷ്ടത അനുഭവിച്ചതിൻ്റെ അടയാളം, അതിൻ്റെ മുറിവുകൾ, അതിൻ്റെ പാടുകൾ എൻ്റെ ശരീരം മുഴുവനുമുണ്ട്. അതുകൊണ്ട് ഇനി വിശ്വാസികളായിരിക്കുന്ന നിങ്ങൾ എനിക്ക് ഉപദ്രവം ഉണ്ടാക്കരുത് എന്നാണ് ഗലാത്യയിലുള്ള ആളുകളോട് പറഞ്ഞത്. ക്രിസ്തീയ ജീവിതം പ്രയാസമുള്ളതാണോ? ലുക്ക് അറ്റ് പോൾ. പൗലോസിനെ നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കാണുന്ന പാടുകളൊക്കെ അത് സുവിശേഷത്തിന് വേണ്ടി, അതിനുവേണ്ടി ഏറ്റ മുറിവുകളാണ്, അതിൻ്റെ പാടുകളാണ് അദ്ദേഹത്തിൻ്റെ ദേഹത്ത് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അവരെ പൗലോസിനെ എറിഞ്ഞ് തന്നെ മുറിവേൽപ്പിച്ച് താൻ മരിച്ചു എന്ന് വിചാരിച്ച് അവർ പൗലോസിനെ വലിച്ച് അവൻ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് അവനെ പട്ടണത്തിന് പുറത്തേക്ക് ഇഴച്ചുകൊണ്ടുപോയി. They dragged him. കാലേൽ ഒരുത്തനാണോ 10 പേരാണെന്ന് അറിയത്തില്ല, കാലെ പിടിച്ചു, ഒരു കാലെ പിടിച്ചു, കുറേ പേര് പിടിച്ചിട്ട് നിരത്തൂടെ വലിക്കുക. അപ്പോൾ പട്ടണത്തിൽ എത്ര ദൂരം വലിച്ചു എന്നറിയത്തില്ല കേട്ടോ. ഒരു പക്ഷേ ഒരുപാട് ദൂരം വലിച്ചു കാണുമായിരിക്കും. അപ്പം ഈ കല്ലേറ് കൊണ്ട് ചത്തില്ലെങ്കിൽ ഈ വലിച്ചത് ചാകാം. അവരെ ഇടച്ച് കളഞ്ഞു. എന്നിട്ട് മരിച്ചു എന്ന് വിചാരിച്ചവനെ കളഞ്ഞേച്ച് അവർ പോയി. അത് കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ അവനെ ചുറ്റി നിൽക്കുകയും
ആളുകൾ തൻ്റെ ശിഷ്യന്മാർ, അപ്പം ഈ ലിസ്ട്ര എന്ന് പറയുന്ന സ്ഥലത്ത് തൻ്റെ പ്രസംഗം കൊണ്ട് രക്ഷിക്കപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. അവർ പക്ഷേ ഈ ജനസമൂഹത്തെ തടയാനായിട്ട് അവർക്ക് സാധിക്കില്ല, പൗലോസിന് സംരക്ഷണം കൊടുക്കാനായിട്ട് അവർക്ക് സാധിക്കില്ല. അവർ സങ്കടത്തോടുകൂടെ കണ്ണുനീരോടുകൂടെ പൗലോസിൻ്റെ ചുറ്റും നിൽക്കുകയാണ്. ആ അവസരത്തിൽ അവൻ മരിച്ചു എന്ന് വിചാരിച്ച് അവരങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്ന അവസരത്തിൽ അവൻ എഴുന്നേറ്റു. ഈ ലൂക്കോസിൻ്റെ വിശദീകരണം എന്ന് പറയുന്നത് അതൊരു അത്ഭുതത്തിൻ്റെ വിശദീകരണമല്ലേ അല്ലേ? എറിഞ്ഞ് ശരീരം മുഴുവനും തകർന്ന് തരിപ്പണമായി മരിച്ചു എന്ന് വിചാരിച്ചു വലിച്ചെറിഞ്ഞ് കളഞ്ഞതായിരിക്കുന്ന ഒരു മനുഷ്യന് എഴുന്നേറ്റു എന്ന് പറയുന്നത് എന്താ? ഇറ്റ്സ് എ മിറക്കിൾ, ഇസ്ന്റ് ഇറ്റ്? അല്ലേ? ഒരത്ഭുതമല്ലേ? ഞാൻ വിചാരിക്കുന്നു സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായ രീതിയിൽ ഏറും അടിയൊന്നും ഒഴിവാക്കിയല്ലോ കേട്ടോ, ഏറും അടിയൊന്നും ഒഴിവാക്കിയല്ല. എന്നാൽ എഴുന്നേറ്റു എന്ന് പറയുന്ന വാക്ക് ഞാനത് നോക്കിയിട്ടോ, അത് ആക്റ്റീവ് വോയിസാണ്. എഴുന്നേറ്റെന്ന് പറയുന്നത് ഉയർത്തെഴുന്നേറ്റൊന്നും വേണ്ടി ഉപയോഗിക്കുന്ന അതേ വാക്ക് തന്നെ കേട്ടോ. ഉയർത്തെഴുന്നേറ്റു എന്ന് ഉപയോഗിക്കുന്ന അതേ വാക്ക് തന്നെയാണ് അനസ്റ്റാസിസ് എന്ന് പറയുന്നതായിരിക്കുന്ന വാക്ക്. പക്ഷേ ഇത് ആക്റ്റീവ് വോയിസ്. അപ്പോൾ അവൻ എഴുന്നേറ്റു എന്നല്ല, ദൈവം അവൻ എഴുന്നേൽപ്പിച്ചു എന്നല്ല, അപ്പം ഉയർത്തെഴുന്നേറ്റു എന്നായിരിക്കില്ല. എന്നാൽ ഇൻ വൺ സെൻസ് ഇറ്റ് ഈസ്. ഒരു പക്ഷേ ഇത് മരിച്ചതിന് ശേഷമുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പായിരിക്കാം. ഒരു പക്ഷേ, എനിക്കറിയില്ല, മേ ബി they thought he died. ഈ ഇത്രയും മനുഷ്യനെ നോക്കിയിട്ട് ചത്തുപോയി എന്ന് പറഞ്ഞത് probably they were right, probably. നോക്കി നിൽക്കുമ്പോൾ തന്നെ അവൻ എഴുന്നേറ്റു. എൻ്റെ മനസ്സിലാക്കാൻ ഞാൻ പറയാം, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ ഉണ്ട്. അതൊന്നും ഒഴിവാക്കിയല്ല ദൈവം നമ്മളെ സംരക്ഷിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ നടുവിൽ നമ്മെ നിലനിർത്തുവാൻ, സംരക്ഷിക്കുവാൻ, ദൈവം നമ്മെ ഏൽപ്പിച്ച വേലകൾ പൂർത്തീകരിക്കുവാൻ, കരുത്തു പകരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ധൈര്യം. He will sustain me. എന്നെ പുലർത്തുവാൻ, എന്നെ നിലനിർത്തുവാൻ, പ്രതികൂലങ്ങളുടെയും പ്രയാസങ്ങളുടെയും സങ്കടങ്ങളുടെയും നടുവിൽ എനിക്ക് വീണ്ടും ജീവൻ നൽകുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. തൻ്റെ ഇഷ്ടപ്രകാരം അവൻ എന്നെ സംരക്ഷിക്കും എന്നുള്ളത് തന്നെയാണ് ഒരു ദൈവഭക്തൻ്റെ ധൈര്യം എന്ന് പറയുന്നത്. അതാണ്. But the whole world is against me. ലോകം മുഴുവനും എനിക്കെതിരെ നിൽക്കുമ്പോൾ, എന്നെ കൊന്നുകളയുവാൻ മനുഷ്യർ തീരുമാനിച്ചിരിക്കുമ്പോൾ, എൻ്റെ നടുവിൽ എന്നെ സംരക്ഷിക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരുതലും സംരക്ഷണവും നമുക്കുണ്ട് എന്നുള്ളത് ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അവൻ എഴുന്നേറ്റു. അവൻ എഴുന്നേറ്റു പട്ടണത്തിൽ ചെന്നു. പിറ്റേന്നാൾ ബർന്നബാസിനോടുകൂടെ ബർന്നബയ്ക്ക്. എൻ്റെ പൊന്നെ, ഒരാഴ്ച ചൂടുവെള്ളവും കുഴമ്പും പിന്നെ തടകലും വിശ്രമവും, അത് കഴിഞ്ഞ് പോയ പോലെ. പിറ്റേ ദിവസം, ഇത് വൈകുന്നേരം സംഭവിച്ച കാര്യമാണ്. അപ്പോൾ രാത്രി ഒരു 9 മണി ഒക്കെ ആയി കാണും. രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റുമോ? തനിക്ക് സംരക്ഷണം കിട്ടിയെന്നുള്ള കാര്യം ശരിയാണ്. അത്ഭുതകരമായ രീതിയിൽ ആ വേദനയെല്ലാം മാറിയോ എനിക്കറിയില്ല കേട്ടോ. എന്നാൽ പൗലോസിൻ്റെ ഈ പ്രസ്താവന മാത്രമേ നമുക്ക് മനസ്സിലാക്കാം. ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. ഐ ഡോണ്ട് കൗണ്ട് മൈ ലൈഫ് ആസ് എ എനിത്തിങ്. ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എന്നെ ഏൽപ്പിച്ച ഓട്ടവും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സാക്ഷ്യവും നിവർത്തിക്കണം എന്നേ എനിക്കുള്ളൂ. ദാറ്റ് ഈസ് ഗോഡ്സ് പീപ്പിൾ. അതാണ് ദൈവമനുഷ്യർ. നമ്മളെവിടെയാ? Where are we? ദൈവം നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. ദൈവത്തിൻ്റെ ഹിതവും ദൈവം നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷകളും തികയ്ക്കുവാൻ, ദൈവത്തിൽ ആശ്രയിച്ച് ഏത് സാഹചര്യങ്ങളിൽ നിലനിൽക്കുവാൻ നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. സർവശക്തനായ ദൈവം
നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളെ വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗസ്ഥ പിതാവേ, സുവിശേഷം വിശ്വസിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് തന്നല്ലോ. അതിന് സാക്ഷ്യം പറയുവാൻ അവിടെ ഞങ്ങളെ ബലപ്പെടുത്തുന്നതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവേ, മനുഷ്യരുടെ കയ്യടിയല്ല, ദൈവത്തിൻ്റെ പ്രസാദം തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ലക്ഷ്യമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും ഉണ്ടെങ്കിലും അതിൻ്റെ നടുവിൽ ഞങ്ങളെ പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ പരിപാലനത്തിന് കരുതലിനുമായിട്ട് നന്ദിയോട് സ്തോത്രം. അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെല്ലാവരെയും ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തെ അവിടുത്തെ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ.